എല്ലാവരും തിരുവചനത്തിലേക്ക് പോകുന്നത് സയൻസിലേക്കാണ്. ഇന്നലെ രാത്രി ഞാൻ തൊട്ടുവച്ചു. കൈകളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ ബൈബിൾ, പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ, തുടക്കത്തിൻ്റെ 4 തലങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, സുവിശേഷം. അതാ ഈ 4 ഭാഗങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ പ്രസംഗിക്കൂ. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി 4 സുവിശേഷങ്ങളിൽ മത്തായിൽ കൂടി യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വത്തെയും, മർക്കോസിൽ കൂടി യേശുക്രിസ്തുവിൻ്റെ ദാസത്തെയും, ലൂക്കോസിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്തെയും, അതുപോലെ തന്നെ യോഹന്നാനിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാകുന്ന ആളത്വത്തെയും വരച്ചു കാട്ടുന്നു. സുവിശേഷങ്ങളിലെ ആകമായ പ്രസക്തി തുടങ്ങുമ്പോൾ ഇന്ന് വായിച്ചത് മത്തായി സുവിശേഷമാണ്. പഴയ നിയമത്തിലെ അവസാന 2 ഭാഗം, 1 സക്കറിയ പ്രവചനം 38, മലാക്കി 39. 400 കാലഘട്ടം ഇരുണ്ട കാലഘട്ടമെന്ന് ബൈബിൾ പഠിതാക്കൾ AD എന്നും BC എന്നും ധരിക്കുമ്പോൾ 400 വർഷം ഇരുണ്ട കാലഘട്ടം. മത്തായി സുവിശേഷത്തിൻ്റെ പ്രത്യേകത 1278 വാക്യങ്ങൾ മത്തായി സുവിശേഷം, 28 അധ്യായങ്ങൾ മത്തായി സുവിശേഷത്തിൽ. 5 കഥാപാത്രങ്ങളെ ദൈവം ഇവിടെ പരിചയപ്പെടുത്തുന്നു. 1 യേശു, 2 അമ്മ മറിയ, 3 സ്നാപക യോഹന്നാൻ, 4 ഹേരോദാവ്, 5 പീലാത്തോസ്. കൂടെ 5 പട്ടണങ്ങളെയും സ്വർഗം ഇതിനകത്ത് കാണിക്കുന്നു. 1 ബേത്ലഹേം, 2 ശമര്യ, 3 യഹൂദിയ, 4 ഒലിവുമല, 5 കാൽവറി മല. അധ്യായം 1 തുടങ്ങുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെ പറ്റി കൂടെ ബൈബിളും ഇരിക്കണം. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14. 2ലേക്ക് വരുമ്പോൾ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. അവൻ്റെ ജനനം ആരംഭിക്കുന്നു. ഉലകത്തിൽ സോക്രട്ടീസും അരിസ്റ്റോട്ടലും ഷേക്സ്പിയറും കാറൽ മാർക്സും ഏംഗൽസും, ഇവിടുത്തെ ഇന്ദിരാജിയും നെഹ്റുജിയും അല്ലെങ്കിൽ രാജീവ് ഗാന്ധി, മോഡിജിയും എവിടെ ജനിക്കണമെന്ന് ആരും അറിഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏകദേശം 500 കൊല്ലം പിറകിൽ പ്രവചനങ്ങൾ മുഴുവൻ നാഥൻ്റെ ജനനം. 1 അവൻ എവിടെ ജനിക്കണം. കുഞ്ഞുങ്ങളെല്ലാം ബൈബിൾ കൂടെ, അമ്മ വായിക്കാൻ സമയമില്ല, ഞാൻ എനിക്ക് സ്പീഡിൽ പോകേണ്ടതുകൊണ്ട്. മീക്ക 5:2, നീയോ ബേത്ലഹേം എഫ്രാത്തെ, സഹസ്രാബ്ദങ്ങളിൽ നീ ചെറുതെങ്കിലും ഉലകത്തെ പുറപ്പെടുവിക്കുവാനുള്ളവൻ നിന്നിൽ നിന്ന് എഴുന്നേറ്റ് വരും. ജനനത്തിന് 600-ൽ പരം കൊല്ലം മുമ്പ് മീക്ക എഴുതി വെച്ചു. അതിനോടനുബന്ധിച്ച് ഒരു ഭാഗം അതുകൊണ്ടാണ് നമ്മുടെ ജോസഫും മറിയയും നസറേത്തിൽ നിന്ന് ഒഗസ്ത്യോസ് കൈസറുടെ കൽപ്പന പ്രകാരം പേർ ചാർത്തപ്പെടേണ്ടതിന് അവർ വന്നെത്തിയത് ബേത്ലഹേം. 1-ാമത്തെ പ്രവചനം. 2 യെശയ്യാ പ്രവചനം 9:6, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിന്മേൽ, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിൻ്റെ പ്രഭു, നിത്യപിതാവായി നമ്മുടെ കർത്താവ് ഉലകത്തെ വാഴുമെന്ന് മശിഹായുടെ ജനനത്തിന് 600 കൊല്ലം അല്ലെങ്കിൽ 2600 കൊല്ലങ്ങൾക്ക് മുമ്പ് തിരുവചനത്തിൻ്റെ നിവർത്തി. 3 യെശയ്യാ പ്രവചനം 7:14, കന്യക ഗർഭം ധരിക്കും, ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അതിന് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അതുകൊണ്ട് അന്നത്തെ യെരൂശലേമിൽ അനേക പെൺകുട്ടികൾ വിവാഹത്തിന് വേണ്ടി കടന്നു വന്നില്ല. ശ്രദ്ധയോടെ അത് പലരും ഈ പ്രവാചക ശബ്ദം കേട്ടു. അവരിൽ ആരിലും ദൈവസാന്നിധ്യം ഇറങ്ങിയില്ല. അതുകൊണ്ട് ഗബ്രിയേൽ മാലാഖമെന്ന് മറിയാമ്മച്ചെ ഇങ്ങനെ വിളിച്ചു, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് വന്ദനം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അനവധി പെൺകുട്ടികളെ തള്ളിമാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് വന്ദനം, പരിശുദ്ധാത്മാവ് നിന്നിൽ വരും, ഒരു പുരുഷ പ്രജയെ നീ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. പ്രവചനങ്ങൾ യെശയ്യാ 53-ലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 600 കൊല്ലങ്ങൾക്ക് പുറകിൽ കാൽവറിയിലെ ക്രൂശീകരണം. എന്താ? രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ അവനൊരു കുഞ്ഞാടിനെ പോലെ താഴ്ന്നിരുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ വഹിച്ചു, വേദനകൾ അവൻ ചുമന്നു. കയ്പ് കാടിയൊക്കെ കുടിക്കാൻ കൊടുത്തല്ല. യെശയ്യാ 53, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കും. ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപുള്ള പ്രവചനങ്ങൾ. മശിഹായുടെ ജനനം ഒരു താൽക്കാലിക വാർത്തയല്ല, ജനനത്തിന് മുൻപേ പ്രവചനങ്ങൾ. ബേത്ലഹേമിൽ അവൻ ജനിക്കുന്നു, മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. 30-ാമത്തെ തിരുവയസ്സിൽ യോർദാനിലെ കലക്കവെള്ളത്തിൽ അവൻ സ്നാനമേൽക്കുന്നു. 3.5 വർഷം
നന്മയുടെ സുവിശേഷത്തിൻ്റെ 37 അത്ഭുതങ്ങൾ എൻ്റെ നാഥൻ ചെയ്തു. നിത്യതയുടെയും നന്മയുടെയും സുവിശേഷങ്ങൾ 3.5 വർഷമായി. ബൈബിളിൽ അത്ഭുതങ്ങൾ അനവധി ചെയ്തു കാണും, പക്ഷേ 4 സുവിശേഷങ്ങളിൽ 37 അത്ഭുതങ്ങൾ വരച്ചു കാട്ടുന്നു. മരിച്ചവരെ ഉയർപ്പിച്ചും സദ്വാർത്ത കൊടുക്കും മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ ക്രൂശീകരണത്തിൻ്റെ സമയമെടുത്തു. ഒരു വലിയ യാത്ര വരുന്നു. എവിടെ? ബേത്ബഗയ്ക്കും ബെഥാനിക്കുമിടയിൽ ഈ യാത്ര വരുന്നത് മത്തായി 21 മുതൽ ക്രൂശീകരണത്തിൻ്റെ ചാലുകളാണ്. പ്രഭാതത്തിൽ അവൻ യാത്രയിൽ പോകുമ്പോൾ ബൈബിൾ കാണണം, മത്തായി 21, 18, 19 കൂടെ ബൈബിൾ വെക്കണം. പ്രഭാതത്തിൽ അവൻ വഴിയരികെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരത്തിയെ കാണുന്നു. അത് വിശന്നിട്ട് അത്തിയെ നോക്കിയെന്ന് അതിൽ എഴുതിയിരിക്കുന്ന അത്തി ഇസ്രയേലാ. നിന്നിൽ ഒരു പാലവും കാണാത്തത് കൊണ്ട് ഇത് എന്താ കരിഞ്ഞുണങ്ങി പോകട്ടെ. അത്തി ശേഷം എന്താ കരിഞ്ഞുണങ്ങി പോകട്ടെ. ആ അത്തി തളർക്കുന്നതാ തിരിച്ച് കർത്താവിൻ്റെ വരവ്. പ്രഭാതത്തിൽ അവൻ യാത്രയിൽ മുൻപോട്ട് വരുമ്പോൾ വിശന്നിട്ട് വഴിയരികെ ഒരു അത്തി കണ്ടു. നിന്നിൽ ഒരു പാലവും കാണാത്തത് കൊണ്ട് ഇനി നീ കരിഞ്ഞുണങ്ങി പോകട്ടെ എന്ന് കൽപ്പിച്ചു. ഇസ്രായേലിലെ ശാപം അവിടെ തുടങ്ങിയ. മുന്നോട്ട് വരുമ്പോൾ ബേത്ബഗയ്ക്കും ബെഥാനിക്കും ഇടയിൽ വരുമ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, മക്കളെ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും അതിൻ്റെ കുട്ടിയും അഴിച്ചു കൊണ്ടുവരണം. ഇത് സക്കറിയാ പ്രവചനം 9:9. യെരുശലേമിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാൾ ഓശാന പെരുന്നാളും യേശു വരുന്നത് ജനിക്കുന്നതിന് 2600 കൊല്ലം പിറകിൽ സക്കറിയ എഴുതി വെച്ചു. സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരുശലേം പുത്രിയെ നീ ആർപ്പെടുക. സിയോനിൻ്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ട് അവൻ വരും. കാട്ടിനകത്തൊരു കഴുതയും കുഞ്ഞും കിടക്കുക. 5 കാര്യങ്ങൾ. 1, കഴുതയുടെ മേലൊരു ബന്ധനമുണ്ട്. 2, അവനെ കെട്ടുകളാൽ ബന്ധിച്ചിരിക്കുന്നു. 3, പുറത്തു വരുത്തലെന്ന് ലോകം വിധി എഴുതി. 4, ആശകൾ അറ്റുപോയി. 5, ഇനി ഒരു മരണം അവരുടെ മുൻപിലാണ്. എങ്കിലും ദാസന്മാർ വന്നപ്പോൾ 1 കെട്ടുകൾ അഴിച്ചു. 2, അവരെ പുറത്ത് കൊണ്ടുവന്നു. 3, രക്ഷയുടെ വസ്ത്രം വിതറി. 4, യെരുശലേം മുഴുവൻ ഈ കഴുതയുടെ മരണം കാണാൻ നിന്നപ്പോൾ കഴുതയുടെ പുറത്ത് നാഥൻ വാഹനമേറി. പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഓശാന ഓശാന. 5, അവൻ ഈ കഴുതയുമായി ദൈവാലയത്തിൽ വരുന്നു. ഇന്നലെ രാത്രി രത്നരാജ് പാഷ തുടങ്ങി വെച്ചത് ഈ ഭാഗങ്ങൾ അതിനെ ബേസ് ചെയ്ത പ്രസംഗവും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴുതയുമായി അവൻ യെരുശലേം ദൈവാലയത്തിൽ വരുന്നു. മത്തായി 24, 1, 2 വാക്യങ്ങൾ. അവൻ ദൈവാലയം വിട്ടുപോകുന്നു. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, സമാഗമന കൂടാരം, ശലോമോൻ്റെ ആലയം, കോരശ് പണിഞ്ഞ ആലയം, ഹെരോദാമിനാൽ 46 വർഷം കൊണ്ട് പണിയുന്ന ദൈവാലയത്തിൽ യേശു വരുന്നു. കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. യഹൂദനോടുള്ള ബന്ധത്തിൽ 7 പെരുന്നാളുകൾ ബൈബിൾ ചേർത്ത്. 1, ഓശാന പെരുന്നാൾ. 2, കൂടാര പെരുന്നാൾ. 3, പെസഹ പെരുന്നാൾ. 4, കാകളനാഥ പെരുന്നാൾ. 5, ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ. 6ാമത്തെ പെരുന്നാൾ വീണ്ടും വരുന്നുണ്ട്, പാപപരിഹാര പെരുന്നാൾ. 7ാമത്തെ പെരുന്നാൾ ഇസ്രയേൽ പഠിപ്പിക്കുന്നു, പെന്തക്കോസ് പെരുന്നാൾ. ഈ പെരുന്നാളുകളാണ് ഇസ്രയേലിനോടുള്ള ബന്ധത്തിലുള്ളത്. പെസഹ പെരുന്നാളുണ്ട്, കൂടാര പെരുന്നാളുണ്ട്, ആദ്യബലക്കറ്റയുടെ പെരുന്നാളുണ്ട്, പാപപരിഹാരത്തിൻ്റെ പെരുന്നാളുണ്ട്, അത് കഴിഞ്ഞ് ഓശാന പെരുന്നാളുണ്ട്, പെന്തിക്കോസ് പെരുന്നാളുണ്ട്. ഇതെല്ലാം കാഹളനാഥ പെരുന്നാൾ. ഇതെല്ലാം യഹൂദൻ്റെ പെരുന്നാളുകളാണ്. ഇനി അവസാനം അവർ കൂടാര പെരുന്നാൾ ആചരിക്കുന്നതോടെ ഈ ലോകത്തിൻ്റെ അസ്തമനം വരുന്നത്. ഇന്ന് പകൽ അന്നൊരു നല്ല പ്രഭാഷണം നടത്തി. ഇന്നലെ പാസ് അത് വായിച്ചു. അവൻ ഒലിവുമലയിൽ പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, യേശുവേ, അനവധി പ്രഭാഷണങ്ങൾ അങ്ങയുടെ ഞങ്ങൾ കേട്ടു. ഇന്ന് പകൽ പതിവിന് വ്യത്യസ്തമായി കാനാവിലെ കല്യാണ വീട്ടിലും ഗതസമനയിലും ഗന്നർസരത്തിലും നയിൻ്റെ പട്ടണത്തിലുമൊക്കെയും പ്രഭാഷണങ്ങൾ കേട്ടു. വിപരീതമായി ഇന്ന് പകൽ നിന്റെ വരവ്, ലോകത്തിൻ്റെ അവസാനം അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു ആദ്യം പറഞ്ഞു, കൂടെ മത്തായി 24, 3, 4, 5 ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. 4 മറുപടികൾ യേശു കൊടുക്കുന്നത് മത്തായി 24, 32, 33, 34 വാക്യങ്ങൾ. അതിനോടനുബന്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം. മക്കളെ, അത്തിയാകുന്ന ഇസ്രയേലിൽ നോക്കിയ ഒരു ഉപമ പഠിപ്പിൻ, അത് ലോകം മുഴുവൻ പടരും. നരേന്ദ്രമോദി സാറൊക്കെ അത്തിയുടെ പിറകിൽ കരം വെക്കുന്നൊരു കാലം വരും. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ, ഒരുവൻ്റെ കയ്യിൽ ലോകഭരണം, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും. അതാ ഇന്നത്തെ പ്രസംഗം. എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോവിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ്റെ വരവിൽ ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ. ഒരിക്കൽ കൂടി താഴ്ന്ന മലയാളത്തിൽ കാന്തൻ്റെ വരവിൻ്റെ 6 ചാലുകൾ. 1,
യഹൂദ ലക്ഷണം. 2 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം. 3 പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റം. 4 ഒരേകലോക മതം. 5 നോഹയുടെ കാലത്തെ പോലെ ഇവിടെ പെരുമഴയും കാറ്റും. അതാ ഇന്നലെ രാത്രി സമയം പോയിട്ടും കാറ്റിനെ പറഞ്ഞത്. 6 ലോത്തിൻ്റെ കാലത്ത് പോലെ ഇനി ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങുന്ന ഒരു കാലം. ഇതെല്ലാം കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ. ഇന്ന് പകലിൽ മത്തായി 24 വായിച്ചത് പ്രപഞ്ചത്തിൻ്റെ ലക്ഷണത്തെ പറ്റി സ്വർഗം വ്യക്തമായി പറഞ്ഞൊരു ഭാഗമാ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ പ്രകാശം തരാതെ ഇരിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴെ വീഴും. അതിനോടനുബന്ധിച്ച് ആകാശത്തിൻ്റെ ശക്തികൾ ഇളകും. നെയ്യാറ്റിൻകര തൊഴുക്കൽ. അപ്പോൾ മനുഷ്യപുത്രൻ മഹാശക്തിയോടും തേജസ്സോടും ഭൂമിയിലെ സകല ഗോത്രങ്ങളെയും പ്രലാപിച്ചും കൊണ്ട് ആകാശമേഘങ്ങളിൽ വരുന്നത് ദൈവകുഞ്ഞുങ്ങൾ കാണും. ഈ തലമുറയിൽ കർത്താവിൻ്റെ വരവ്. അതിനാസ്പദമായി ഇനി നേരെ പോകുന്നത് വെളിപ്പാടിലേക്ക്, സയൻസിലേക്കും യാത്ര ചെയ്യും. ഇന്നലെയും വെളിപ്പാട്, ഇന്ന് 2-ാം ദിവസവും രാത്രി വെളിപ്പാട്. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2, 3 ആസിയയിലെ 7 സഭ. 4 ദൈവസഭ ഇവിടെ ഇല്ല, അനന്തരം സ്വർഗത്തിലൊരു വാതിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. മഹോപദ്രവകാലം, ഉപദ്രവകാലം. 1 വെള്ളക്കുതിര ഇസ്രായേലിൻ്റെ സമാധാനം. 2 ചുവന്ന കുതിര മനുഷ്യൻ അന്യോന്യം കൊല്ലും. 3 കറുത്ത കുതിര ഈ ഇസ്രായേലിൽ ക്ഷാമം വരും. 4 പിന്നെ വരുന്ന മഞ്ഞക്കുതിര മനുഷ്യൻ വിളറി മരിക്കും. വെളിപ്പാട് 6, 7, 8. അത് കഴിഞ്ഞ് വെളിപ്പാട് 6, 10, 11 വരുമ്പോൾ കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവരുടെ ഹല്ലേലൂയ ആത്മാക്കളെ ഞാൻ അവിടെ കണ്ടു. മലയത്ത് അത് പ്രസംഗിച്ചത് കൊണ്ടാണ് ഇവിടെ ആ ഭാഗം എടുക്കാത്തത്. അതുകൊണ്ടാണ് കൈമേലും കമ്പ്യൂട്ടറും ഒന്നും എടുക്കാത്തത്. അതുകൊണ്ടാണ് മറ്റൊരു ഭാഗത്തിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം 6:11 പത്മോസിൽ യോഹന്നാൻ കടക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തോടനുബന്ധിച്ച് നടന്ന യുഗാന്ത്യ സംഭവങ്ങളുടെ ഒരു ക്ലിയർ പിക്ചർ അവിടെ കാണിക്കുന്നു. ആകാശവിധാനത്തിലുണ്ടാകുന്ന മാറ്റം. ഇനി കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. കർത്തൃദാസി വായിക്കും വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12, 13 ഇക്വലന്റ് ടു മത്തായി സുവിശേഷവുമായി വായിക്കാം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അതാ ചിന്തിക്കുന്ന വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അത് തന്നെ മത്തായിലും വായിച്ച ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി. അപ്പോൾ അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ഇനി ആകാശത്തിൽ നിന്ന് നക്ഷത്രം വീഴും. അടുത്ത വാക്ക് വായിക്കാം. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. തൽക്കാലം അവിടെ നിൽക്കാം. 4 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. 1 ആകാശം, 2 ഭൂമി, 3 ഭൂകമ്പം, 4 നക്ഷത്രങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം. ഇത് കഴിയുമ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് കടക്കും. ഇനിയുള്ള കാര്യം ബൈബിളും സയൻസും ക്ലിയറായിട്ടാണ്. നാം പാർക്കുന്ന ഭൂമി, ഈ ഭൂമി പലരും പറയുന്നു എവിടെ നിന്നൊക്കെ വന്നയാന്ന്. ബൈബിളാണ് നമ്മുടെ കാറ്റലോഗ്. ഉൽപ്പത്തി 1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ഇരുൾ ഭൂതലത്തിന്മീതെ വ്യാപരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതിന് സയൻസിൽ വിളിക്കുന്നത് യൂണിവേഴ്സ് എന്ന പ്രപഞ്ചം. താഴ്മയോട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഇത്രയും താഴ്മയുണ്ട്. പക്ഷേ ബൈബിളിൽ ആ ഭാഗത്തെ വിളിക്കുന്നത് കാസ്മോസ്. അപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ആകാശം, ഇന്നത്തെ ഭൂമി, നാം പാർക്കുന്ന ഭൂമി എല്ലാവരും കേട്ടോണം. 51.75 ചതുരശ്ര കോടി കിലോമീറ്ററാണ് നാം പാർക്കുന്ന ഭൂമി. ഭൂമിയുടെ 1/2 ഭാഗം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 36.75 കിലോമീറ്റർ ഭൂമിയിൽ കടല. അതിനുശേഷം ഇന്നത്തെ ഭൂമി 1600 കിലോമീറ്ററിൽ പമ്പരം പോലെ കറങ്ങുന്ന ഒരു പ്രതലമാണ് നാം പാർക്കുന്ന ഭൂമി. 23.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചരിഞ്ഞിരിക്കുന്നത് ആ ഭൂമി. പ്രത്യേകത 24 പൂവാറിലെ വെള്ളം ഇവിടെ കയറും. 23 ആകാശത്തിന് തീയുമിറങ്ങും. അതുകൊണ്ട് ഈ ഭൂമിയെ സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവം, വിശ്വസിക്കുന്ന ദൈവം മക്കൾക്കായി. അപ്പം ഭൂമി ഒരു ഉരുണ്ട ഗ്രഹം. 23.5 റണ്ണിങ്ങിൽ. പണ്ട് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു പ്രസംഗത്തിലോ ഒരു പുസ്തകത്തിലോ വായിച്ചതാണ്. ഒരു വീട്ടിലൊരു മോൻ സ്കൂളിൽ, നമ്മുടെ തൊഴിക്കൽ തന്നെ എടുക്കാം, തൊഴിക്കൽ സ്കൂളിലെ കണക്ക്, ഇവൻ ജോഗ്രഫി പഠിച്ചു. ജോഗ്രഫി പഠിച്ചിട്ട് വീട്ടിൽ ചെന്ന് വായിച്ചു, ഭൂമി ഉരുണ്ടതാണ്.
അവൻ്റെ പപ്പ ഇച്ചിരി അടിക്കുന്നതാണ്. ആരാടാ പറഞ്ഞ ഭൂമി ഉരുണ്ടതാണെന്ന്? ഭൂമി നല്ല പരന്നതാണ്. മാറ്റി വായിക്കാൻ പറഞ്ഞു. ഉടനെ അവൻ വായിച്ചു, ഭൂമി ഉരുണ്ടതല്ല, പരന്നതാണ്. സ്വോത്രം. അങ്ങനെ ഇതപ്പോൾ പഴയ കാലത്ത് ഏഇയോ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തലയെണ്ണാൻ പണ്ട് വരും. ഇപ്പം തലയെണ്ണണ്ട, ആധാർ നോക്കി അറിയാം ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ടത്. സ്വോത്രം. ഏഇയോ വന്നിട്ട് കുഞ്ഞുങ്ങളോട് ചോദിക്കും, മോൻ ആരാകാൻ പിന്നെ മോൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം ഈ പയ്യൻ്റെ അടുത്ത് ഏഇയോ ചോദിച്ചു, ഭൂമിയുടെ ഘടന എന്താന്ന്. അവൻ എഴുന്നേറ്റ് ഏഇയോട് പറയാം, സാർ ഭൂമി ക്ലാസ്സിൽ ഉരുണ്ടതും വീട്ടിൽ പരന്നതും. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതിൻ്റെ അർത്ഥം ടീച്ചർ ഇവിടെ പഠിപ്പിച്ചത് ഭൂമി ഉരുണ്ടതാണ്, എൻ്റെ വീട്ടിൽ അപ്പം ചെല്ലുമ്പോൾ അപ്പം ഇച്ചിരി അടിച്ചുകൊണ്ട് അവിടെ പരന്നത്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതല്ല, 23.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കറങ്ങുന്ന ഒരു പ്രതലമാണ് 1600 കിലോമീറ്റർ പമ്പരം പോലെ കറങ്ങുന്ന പ്രതലം. ഇത് സൂര്യൻ്റെ ആകർഷണത്തിൽ നിൽക്കുന്നതാ ഭൂമി. ഇയ്യോബിലേക്ക് വരുമ്പോൾ 28, 34, 26 വാക്യം വായിച്ചാൽ ഇന്നങ്ങ് തീരത്തില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ഇയ്യോബ് 28, ഇയ്യോബ് 26, ഇയ്യോബ് 34. അതിനകത്ത് ഉത്തരദിക്കിനെ അവൻ നാസ്തിത്വത്തിൽ തൂക്കുന്നു, ഭൂമിയെ അതിൻ്റെ ആകർഷണത്തിൽ ദൈവം നിലനിർത്തുന്നു. അതങ്ങനെയെങ്കിൽ സൂര്യൻ്റെ ആകർഷണത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ നാം പാർക്കുന്ന ഭൂമി. ഈ രാത്രി അവസാനം പറയുന്നത് മിൽക്കി വേ ഗാലക്സിയിൽ 9 ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാ ഭൂമി. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. അതിൽ ഒരു ഗ്രഹമാ ഭൂമി. ദ അട്രാക്ഷൻ ഓഫ് സൺ, അതാ സൂര്യൻ്റെ ആകർഷണത്തിൽ നിൽക്കുന്ന ഭൂമി. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ ഘടനയെ ഞാൻ പറഞ്ഞില്ല, പുറേ ഭൂകമ്പത്തിൽ വരുമ്പോൾ പറയും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ആകാശമണ്ഡലം, അതുകൊണ്ട് ഉൽപ്പത്തി 1:16 അമ്മമ്മ വായിക്കേണ്ട, കൂടെ ബൈബിൾ എടുക്കണം. പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. അങ്ങനെയെങ്കിൽ സൂര്യൻ്റെ ആകാശത്തിൽ നിൽക്കുന്ന ഘടകമാ നാം പാർക്കുന്ന ഭൂമി. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ കൺവെൻഷന് ഇവിടെ പുറത്തെ ജനറേറ്ററിൽ രാജൻ പാസ്റ്റർ ഡീസൽ കൊണ്ട് കൊടുത്ത് അത് കറക്കുമ്പോഴേ നല്ല പവറും ലൈറ്റും എല്ലാം കിട്ടത്. പകൽ വാഴുവാൻ പ്രകാശം ഭൂമിക്ക് കിട്ടണമെങ്കിൽ വരണം സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക്. ഇനി അടുത്ത കാര്യം കൂടെ, സൂര്യന് 3 ഘടകങ്ങളുണ്ട്. 1 പ്രോട്ടോസ്ഫിയർ, 2 ക്രോമോസ്ഫിയർ, 3 കൊറോണ. അത് സൂര്യൻ്റെ 3 ഘടകങ്ങളാണ്. നെയ്യാറ്റിൻകര ഭാഷയിൽ പറഞ്ഞാൽ 1 തൊണ്ട് തേങ്ങയെടുത്താൽ, 2 ചിരട്ട, 3 തേങ്ങാപ്പൂൾ. അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നും പലർക്കും തേങ്ങ എന്തുവെന്ന് അറിയത്തില്ല. സ്വോത്രം. ഈ നമ്മുടെ നെയ്യാറ്റിൻകര ശബരീസിൽ ചെല്ലുമ്പോൾ തിരിങ്ങിയ തേങ്ങ പാക്കറ്റിനകത്ത് കിട്ടും. അതുകൊണ്ട് ചില ചേച്ചിമാർ ഇതുവരെ തുണി കണ്ടിട്ടില്ല, ചിരട്ടയും കണ്ടിട്ടില്ല. സ്വോത്രം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, മനസ്സിലാക്കുന്നവർക്കായി. പിന്നെ തേങ്ങയ്ക്ക് 3 ഘടകം, തൊണ്ട്, ചിരട്ട, തേങ്ങാപ്പോൾ. അതുപോലെ സൂര്യന് 3 ഘടകം, പ്രോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ഇവിടെ ഡീസൽ അതിനകത്ത് പവറായി വർക്ക് ചെയ്യുമ്പോഴാണ് സൂര്യനിലേക്ക് അല്ലെ ഇവിടുത്തെ മെഷീനറീസ് ഈ സിസ്റ്റം ഈ ഓടുവാനുള്ള പവർ കിട്ടുന്നത് പോലെ സൂര്യനകത്ത് കത്തുന്ന ഒരു വാതകമുണ്ട്. ആ വാതകത്തിൻ്റെ പേര് ഹൈഡ്രജൻ. PSCക്ക് വരും കുഞ്ഞുങ്ങൾ. 1 മിനിറ്റിൽ 40 ടൺ ഹൈഡ്രജൻ കത്തുന്നു. അതുകൊണ്ട് മോശ ഉൽപ്പത്തി പുസ്തകം 1:16 പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. സൂര്യൻ്റെ പ്രകാശം അതിനിറങ്ങി വരുന്നതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡാ കൊറോണൽ മാസ് എജക്ഷൻ, CME. ഈ CME കത്തുന്ന സൂര്യനിലെ ഹൈഡ്രജൻ ആകാശത്തിൻ്റെ 7 തട്ട് വഴി ഇറങ്ങി വരും. ആകാശത്തിൻ്റെ 1ാമത്തെ തട്ട് സ്ട്രാറ്റോസ്ഫിയർ, അത് കഴിഞ്ഞ് 2 ഓസോൺ, 3 ട്രോപ്പോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 മെസോസ്ഫിയർ, 6 എക്സോസ്ഫിയർ, 7 തെർമോസ്ഫിയർ. ഒരിക്കൽ കൂടി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അതുകൊണ്ട് രാവിലെ 1ാമത്തേത് സ്ട്രാറ്റോസ്ഫിയർ, തീയും ഗന്ധകവും, 2 ഓസോൺ പാളി, 3ാമത്തത് വരുമ്പോൾ ട്രോപ്പോസ്ഫിയർ, വായു സഞ്ചാരം, 4 അയണോസ്ഫിയർ, കാന്തികതലം. അത് കഴിഞ്ഞ് സ്ഫിയറും എക്സോസ്ഫിയറുമെല്ലാം ആകാശത്തിൻ്റെ തട്ടുകളായി വരുന്നു. അപ്പോൾ ആകാശത്തിൻ്റെ തട്ടുകളുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. പണ്ട് നമ്മുടെ തൊഴിൽ അപ്പച്ചൻ പാടിയിൽ ആകാശത്തിൻ ശക്തി ഇളകുന്നതിനാൽ ഭൂമിയിൽ എന്ത് ഭവിക്കുമെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. അപ്പം അപ്പച്ചൻ സയൻസോ ഫിസിക്സോ ഒന്നും എടുത്തില്ല, ബൈബിള് വായിച്ചാൽ പാടിയത് ആകാശത്തിൻ ശക്തി. അപ്പോൾ ദൈവം ഭൂമിക്ക് വെച്ച കൊടയുടെ പേരാ ഓസോൺ ലെയർ. ഡയറക്റ്റ്
സൂര്യൻ്റെ പ്രകാശമടിച്ചാൽ മനുഷ്യനും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ഇവിടെ വലിയ വിഷയമുണ്ടാകും. ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ഈ 17നെ നിയന്ത്രിക്കുവാൻ രണ്ടാമത്തെ ഒരു പ്രതലമുണ്ട്. അതിൻ്റെ പേര് ഓസോൺ ലെയർ. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മമാർ കൊട കൊടുക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം മനുഷ്യകുലത്തിനും മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും വേണ്ടി ഒരുക്കിയ കൊടയ ഓസോൺ ലെയർ. ഇന്ന് സത്യദൈവസഭയുടെ ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ നിങ്ങളോട് പറയാം, 1,76,00,000 കിലോമീറ്റർ ഓസോൺ ലെയർ കീറി സൂര്യൻ മനുഷ്യനെ കൊല്ലാനിറങ്ങും. അതിൻ്റെ റോമന പേര് ഇന്നത്തെ രാഷ്ട്രീയക്കാരും ലോകരും വിളിക്കുന്നു. അതിൻ്റെ പേരാ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം. സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങി വരും. ആസ്പദമായി എല്ലാവരും മനസ്സിലാക്കണം, ലൈവും പോകുന്നുണ്ട്. പ്രപഞ്ചം ഈ ചൂട് കൊണ്ട് ചുട്ടുപഴുത്ത ചെറിയ ഗോളമായി മാറും. ഈ ചൂട് കൂടുമ്പോൾ ആസ്പദമായി നെയ്യാറ്റിൻകരയിൽ ഒരു അമ്മാമ അഭിലേഷുണ്ട് ഉണ്ടാക്കുന്നത് പോലെ സൂര്യൻ മനുഷ്യനെ കൊല്ലാനിറങ്ങും. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ സംഭവം, ദൈവസഭ എടുക്കുന്നതിനോടൊപ്പം ഒരു ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പ് അനൗൺസ്മെൻറ്റ് പോലെ അന്തിമ ദിനത്തിൽ സൂര്യൻ മനുഷ്യനെ കൊല്ലാനിറങ്ങുന്നു. ഗ്ലോബൽ വാർമിംഗ്. വായിക്കാം വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ബൈബിൾ കൂടെ ഇരിക്കണം. വെളിപ്പാട് 16 8-ാമത്തെ വാക്യം വായിക്കാം. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. പ്രഭാതത്തിൽ അരുണിമയുടെ പൊൻകിരണം തരുന്ന സൂര്യൻ, അവന്റെ കലശം, ക്രോധ കലശങ്ങൾ, 7 കാഹളം, 7 ദൂതൻ, 7 കലശം. അതിനു മുമ്പായിട്ട് ഇന്നത്തെ ദൈവസഭ എടുക്കുന്നതിന് മുമ്പ് സിഗ്നൽ വായിക്കാം. സൂര്യനിൽ ഒഴിച്ചു. അടുത്തത്, അപ്പോൾ തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. അവിടെ നിൽക്കട്ടെ മാമ, ഓടരുത്. തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ. എല്ലാവരും നോക്കണം. ഞാൻ ഇവിടുന്ന് പോയാൽ രാജൻ പാസ്റ്ററോ ഇവരെ നിങ്ങൾ പിടിക്കരുത്. മലയാള മനോരമയുടെ വാർത്ത, സൂര്യാഘാതം. ഒരു ദിവസം നമ്മുടെ കൊച്ചു കേരളത്തിൽ മരണം 3. 1 കുന്നിക്കോട്, 2 വടകര, 3 പാലക്കാട്. ഒറ്റ ദിവസം 3 പേർ സൂര്യാഘാതത്തിൽ മരിച്ചുപോയി. ഇതിന്റെ പ്രത്യേകത, അന്തിമ ദിനം സൂര്യൻ മനുഷ്യനെ കൊല്ലാനിറങ്ങും. എല്ലാവരും കേട്ടോണം. ഇവിടെ പാറശാലക്കടുത്ത് പരശുവയ്ക്കൽ, അവിടെ ലവാർമിയിൽ ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും നിർണായകമായ സംഭവം നടക്കുന്നത്, പരശുവയ്ക്കലിൽ ഒരു രാജു ചേട്ടൻ കൊറ്റാമ സൈഡിൽ നിലത്തിൽ കൃഷി ചെയ്യാൻ രാവിലെ വീട്ടിൽ വന്നു. പരശുവയ്ക്കലിൽ ഞെട്ടിപ്പോയ കാര്യമാണ്. ഉച്ചവരെയുള്ള ഭക്ഷണമായിട്ട് വന്ന് അവർ വിചാരിച്ചു പപ്പ ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടിൽ തിരിച്ചു വരും. വന്നില്ല. 3:30 ആയപ്പോൾ വീട്ടുകാർ വന്നപ്പോൾ നിലത്തിൽ കൊടിഞ്ഞു കിടക്കുന്നു. അവർ വിചാരിച്ച് ഹാർട്ട് അറ്റാക്കാന്ന്. പാറശാല ആശുപത്രിയിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞ് നടക്കത്തില്ല, ആള് കുഴഞ്ഞു പോയതാ. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ആള് മരിച്ചു. ഇവർ വിചാരിച്ച് ഹാർട്ട് അറ്റാക്കാന്ന്. പക്ഷെ മെഡിക്കൽ കോളേജുകാർ എഴുതിയ ഒരു കാര്യമുണ്ട്, ഡയറക്റ്റ് സൂര്യന്റെ കീഴിൽ നിന്നതുകൊണ്ട് സൂര്യാഘാതം അദ്ദേഹത്തിന്റെ ലങ്സിനകത്ത് ഇറങ്ങി വന്നു. ശ്വാസം നിലച്ചു. രാജുചേട്ടൻ പരശുവയ്ക്കൽ 52കാരൻ, വയലിൽ പണി ചെയ്ത പുള്ളിക്കാരൻ മരിച്ചുപോയി. തിരുവനന്തപുരം ഞെട്ടിയ വാർത്ത. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കിടക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു 12 മുതൽ 2 വരെ സൂര്യനെ സൂക്ഷിക്കുക. നമ്മുടെ സഹോദരി വീണ ജോർജ് പറയുന്നു റോഡിൽ ഇറങ്ങുന്നത് സൂക്ഷിക്കുക, കൊടയുമായി പോകുക, കയ്യിൽ കുപ്പിവെള്ളം കരുതുക. ബൈബിളിനകത്ത് ഇതുണ്ടോ? എവിടൊക്കെ സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ ഇറങ്ങി, കേട്ടോ, മനസ്സിലാകുന്നവർക്കായി. പാലക്കാട് സൂര്യാഘാതം, പാറശാലയിൽ സൂര്യാഘാതം, ബൈക്കിൽ പോകുന്ന ചെറുപ്പക്കാരിയുടെ ശരീരത്തിനകത്ത് ചുവന്ന പാടുകൾ. ഇതിൻ്റെ പേരാ സോളാർ ഇമ്പൾസ് റേഡിയേഷൻ. ക്യാൻസറിനേക്കാളും വലിയ റേഡിയേഷൻ പോലെ മനുഷ്യനെ കൊല്ലാനിറങ്ങുന്നു. ഉത്തർപ്രദേശിൽ ഏറ്റവും വലിയ സൂര്യാഘാതം. ബോലെ ബാബ നടത്തിയ സത്സംഗിനകത്ത് ഷീറ്റിനകത്ത് ചൂടിറങ്ങി ജനം ഓടി 200 പേർ. കർണാടകയിൽ നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റാലി, ചൂടുകൊണ്ട് 13 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സൂര്യൻ മനുഷ്യനെ കൊല്ലാനിറങ്ങും. സാമ്പിൾ ഇവിടെ തുടങ്ങി. അടുത്ത വാക്കുകൂടെ കർത്തൃദാസി വായിച്ചോട്ടെ. വെളിപ്പാട് 16:8 2-ാമത്തെ വാക്ക് വായിക്കാം. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. മതി. അവിടെ നിൽക്കട്ടെ. ഇന്ന് പകൽക്കാലം സഹോദരി വീണ ജോർജ് പറയുന്നതിന് മുമ്പ്, നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ്, ഗൾഫ് രാജ്യത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 12 മുതൽ 3 വരെ സൂര്യന്റെ കീഴിൽ നിൽക്കാൻ അവർ അനുവദിക്കത്തില്ല. ജോലി ഓഫാക്കിയിരിക്കുക. സൂര്യനെ മനുഷ്യനെ കൊല്ലാനിറങ്ങുന്ന കാലം. കുവൈറ്റിലെ ചൂട് 48, ദുബായിൽ 46, സൗദി അറേബ്യ ഒന്നുകൂടെ കടന്ന് 50 ഡിഗ്രി ചൂടിലേക്ക് ഇറങ്ങി വരുന്നെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിട്ട്
വിട്ടുപോയാൽ പ്രഭാതത്തിൽ അരുണിമയുടെ പൊൻകിരണം തരുന്ന സൂര്യൻ മനുഷ്യനെ കൊല്ലാനിറങ്ങും. ഇന്ന് പകൽക്കാലം വചനം കേൾക്കണം. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ്, നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നതിന് മുമ്പ്, അമിത്ഷായുടെ റാലിയിൽ ആയിരങ്ങൾ കുഴയുന്നതിന് മുമ്പ്, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം പറഞ്ഞ് എഴുതിക്കോ യോഹന്നാനെ, അന്ത്യദിന സൂര്യൻ മനുഷ്യനെ കൊല്ലാനിറങ്ങും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പറയണം, വായിക്കുന്ന മക്കൾ ഭാഗ്യവാന്മാർ, വായിച്ച് കേൾപ്പിക്കുന്ന മക്കൾ ഭാഗ്യവാന്മാർ, പ്രമാണിക്കുന്ന കുഞ്ഞുങ്ങൾ ഭാഗ്യവാന്മാർ. സമയം അടുത്തുപോയി. എന്നാൽ നമ്മുടെ പ്രത്യാശ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ പ്രത്യാശ എന്താ? ദാ വരുന്നു. ഇതിന്റെ പേരാ ധ്രുവദീപ്തി. സോളാർ റേഡിയേഷന് മലയാളം വിളിക്കുന്ന പേരാ ധ്രുവദീപ്തി. ഇന്ത്യയിലെ ഓരോ പട്ടണങ്ങളും സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുന്നു. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവസഭയുടെ കൺവെൻഷനിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയണം, പ്രകൃതിയുടെ സൂര്യൻ നമ്മളെ കൊല്ലാൻ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങിസ്നാനമേറ്റ ദൈവമക്കൾ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമാ. ഇന്ന് പകൽ സത്യദൈവസഭയുടെ ഒരു പകൽ കൂടി വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ ഭൂമിയിലെ സകല ഗോത്രങ്ങളെ പ്രലാപിച്ചുകൊണ്ട് ആകാശ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. സയൻസ് അതുകൊണ്ടായി പ്രഭാതത്തിൽ സയൻസിലേക്ക് പോകുന്നത്. ഇന്ന് പറയുന്നൊരു സയൻസ് പറയുന്ന വേറൊരു കാര്യം പറയുന്നുണ്ട്, സോളാർ വിൻഡ് സ്ട്രോക്ക്. ആകാശത്ത് നിന്ന് തീക്കാറ്റടിച്ചാൽ, ചെറുപ്പക്കാരെല്ലാം കേൾക്കണം, നിങ്ങളുടെ സ്കൂട്ടറിലെ ബാറ്ററി ചാർജ് ആവത്തില്ല, ബാറ്ററി കാറിനകത്ത് ബാറ്ററിക്കകത്ത് ചാർജ് കയറത്തില്ല. അതുപോലെ നെയ്യാറ്റിൻകരയിൽ ഒറ്റ ടെലിഫോൺ ടവറിൽ നിന്ന് സന്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, നെറ്റ്വർക്ക്. അത് കട്ട് ചെയ്യുന്നൊരു കാറ്റ് താമസം പിന്നെ വരാൻ പോകുന്നു. അത് ഇന്നത്തെ ശാസ്ത്രലോകം ആ കാറ്റിനെ വിളിക്കുന്ന പേരാ സോളാർ വിൻഡ് സ്ട്രോക്ക്. ബാറ്ററി കാർ അനങ്ങത്തില്ല ചാർജ് ചെയ്താൽ. ലിഥിയത്തിനകത്തോട്ട് ഒറ്റ ചാർജും കയറത്തില്ല ചൂട് കൂടിക്കഴിഞ്ഞാൽ. 2, നെയ്യാറ്റിൻകരയിൽ വെച്ചിരിക്കുന്ന BSNLന്റെ ഐഡിയയുടെ റിലയൻസിൻ്റെ ഒരു ടവറിൽ നിന്ന് മറ്റൊരു ടവറിലോട്ട് സന്ദേശം പോകത്തില്ല. അന്നത്തെ കാലം എന്തോ ആയിരിക്കും? മലയാളം. വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, യൂട്യൂബും ഇല്ല. നമ്മളെവിടെ ചാടും? ബിരായി മൂട്ടി ആറ്റി ചാടും. മനസ്സിലാകുന്നവർക്കായി സ്വത്രം. അത് വരുന്നതിന് മുട്ട് സ്ഥലം കാലിയാക്കണം. അതിനുവേണ്ടി യോഗം. അങ്ങനെയെങ്കിൽ 1, സൂര്യൻ മനുഷ്യനെ കൊല്ലാനിറങ്ങും. 2ാമത്തെ ഭാഗം, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ വീഴും. കർത്തൃദാസി കൂടെ വായിക്കും, ബൈബിൾ എടുക്കാം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10, 11 വാക്യങ്ങൾ. വെളിപ്പാട് 8-ന്റെ 10ഉം 11ഉം വാക്യങ്ങൾ വായിക്കാം. മൂന്നാമത്തെ ദൂതനൂതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം. ആകാശത്തിൽ നക്ഷത്രമുണ്ട്, ദീപം പോലെ ജ്വലിക്കുന്ന മഹാനക്ഷത്രം ആകാശത്തുനിന്ന് വീണു. എവിടെ? നദികളിൽ 3-ലും നീരുറവകളിന്മേലായിരുന്നു വീണത്. അവിടെ നിൽക്കേണ്ട സഹോദരി, നദികൾ 3-1, നെയ്യാറിൽ വീഴും, കരമനയാറിൽ വീഴും, ഇവിടെ എല്ലാം വീഴും. അടുത്തത് മനസ്സിലാക്കണം, അവിടെ നിൽക്കട്ടെ. ദാണ്ട് ആകാശത്തിൽ നക്ഷത്രങ്ങൾ. നമ്മൾ കാണുന്നത് മിൽക്കി വേ ഗാലക്സിയാണ്. അതിനോട് ചേർന്ന് അനവധി ഗാലക്സികൾ വേറെ ഉണ്ട്. അതിനകത്ത് അനേക നക്ഷത്രങ്ങളുടെ കൂമ്പാരങ്ങളുണ്ട്. ഗാലക്സി നക്ഷത്ര കൂമ്പാരങ്ങൾ. അതിനകത്ത് ആകാശത്തിനകത്ത് പാറയുണ്ട്. അതിൻ്റെ പേര് ആസ്ട്രോയിഡ്, ആകാശപ്പാറ. എല്ലാവരും കേട്ടണം. 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ ആകാശപ്പാറ. ദാണ്ട് വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക. ആകാശത്തിലെ ഉൽക്ക വീണ് വെല്ലൂരിൽ ഒരു ഡ്രൈവർ മരിച്ചു. 2ാമത്തെ ഭാഗം എല്ലാവരും കേട്ടാട്ടെ. റഷ്യയ്ക്ക് മീതെ പൊട്ടിച്ചെറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തി. അപ്പോൾ റഷ്യയുടെ ഒരു പട്ടണത്തിൽ ആകാശത്തിൽ നിന്ന് ഉൽക്ക വീണു. ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബിട്ടപ്പോൾ ആകെ 1.5 ലക്ഷം പേരിനോള്. അതിൻ്റെ 30 ഇരട്ടി 45 ലക്ഷം പേരെ കൊല്ലാനുള്ള ആകാശത്തിൽ പാറ. അത് നദികളിലേക്ക് വീഴും. ആകാശപ്പാറ. നദികളിൽ 3-1 നീരുറവകളിലും. പെരിയാറിൽ വീഴും, പമ്പയാറിൽ വീഴും, കരമനയാറിൽ വീഴും, അരുവിക്കരയെല്ലാം ഇത് വീഴുന്നൊരു കാലം. അങ്ങനെയെങ്കിൽ എല്ലാ പാറയും പറഞ്ഞുതരാം. നിങ്ങളിവിടെ ഒരു നാടൻ മലയാളം. ഇവിടുന്ന് നമ്മൾ നേരെ പോകും പെരുങ്കടവിള, ആലത്തൂർ, കോട്ടയ്ക്കൽ, പാലിയോട്, പടപ്പിത്തോട്ടം. ഇവിടെയൊക്കെ ഈ പാറക്കോറി ഉള്ളത്. നമ്മൾ ഈ സ്ഥലം കേട്ടിട്ടില്ല. നമ്മൾ ചൊവ്വായി നിന്ന് വന്നത്. അതുകൊണ്ട് പെരുങ്കടവിള, ആലത്തൂർ, പാലിയോട്, കോട്ടയ്ക്കൽ, മറക്കുന്നും, പടപ്പിത്തോട്ടം ഒന്നും കേട്ടിട്ടില്ല. നിങ്ങൾ ചൊവ്വായി നിന്ന് വന്നുകൊണ്ട് ഈ സ്ഥലം അറിയത്തില്ല. സ്വത്രം. ഇവിടെയാണ് ഈ പാറ പൊട്ടിക്കുന്നത്. എല്ലാ പാറയും ക്രഷർ യൂണിറ്റിലല്ല വീഴുന്നത്, പുറത്തേക്ക് തെറിക്കും. അതുപോലെ ആകാശപ്പാറ വീണാൽ ഇനി
ബാക്കി ലൈവ് അജി ബ്രദർ കൊടുക്കുന്നത് കൊണ്ട് 2009 എല്ലാവരും കേൾക്കണം. കുറേ വാക്യം വരുന്നുണ്ട്. 2009 അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷിച്ചില്ല. എല്ലാവരും കേൾക്കണേ. 109 ആകാശപ്പാറ ന്യൂഡൽഹിയിൽ നിന്ന് കത്തിക്കൊണ്ടുപോയി 2009. ഇത് നേരെ പോയത് ജപ്പാനിലേക്കാണ്. അപ്പോൾ വിചാരിച്ചു, ഇന്ത്യക്കാരും പറഞ്ഞത് നേരെ ആഫ്രിക്കയിലോട്ട് കയറുമെന്ന്. ആ സമയത്ത് നെയ്യാറ്റിങ്കര വന്ന വണ്ടി പാറശാലയ്ക്ക് പോകാതെ ഓലത്താന്നി വഴി പ്ലാമൂട്ടുകട സിഗ്നൽ ഇട്ടോല് ജപ്പാനിൽ ചെന്നിട്ട് ഈ പാറ അമേരിക്കയിലോട്ട് കയറിപ്പോയി 2009 ഡിസംബറിൽ. അന്ന് അമേരിക്കക്കാർ പേടിച്ചു പോയി, ഈ പാറ അമേരിക്കയിൽ കത്തി വീഴുമെന്ന്. പക്ഷേ ഈ പാറ അമേരിക്കയിലെത്തിയിട്ട് പിന്നെ കണ്ടിട്ടില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ കത്തിപ്പോയ പാറകളെല്ലാം താഴേക്ക് വീഴും. 2009 നോ മോർ സെലിബ്രേഷൻസ് അറ്റ് ക്രിസ്മസ് USA ബിക്കോസ് ദ ആസ്ട്രോയിഡ് ഈസ് കമ്മിങ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എല്ലാവരും കേൾക്കണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പല പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈരാറ്റുപേട്ട ടൗണിൽ ഞാൻ കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര സന്തോഷമായ കൺവെൻഷൻ. അതുകൊണ്ട് ഇന്നലെയും എനിക്ക് തീരെ വയ്യെങ്കിലും നല്ല ആവേശമായിരുന്നു. എന്താ കാര്യം എന്നറിയോ? ഒരു 100-400 പേര്, ഇന്നലെ 500 പേരുണ്ടായിരുന്നു. സന്തോഷമില്ലല്ലോ സോദരം? എവിടെ നമുക്കെന്ത് സന്തോഷം? യോഗത്തിന് ഇത്രയും പേര്, ഏറെ നാളായി ഇത്രയും പേര് വന്ന്. അതുകൊണ്ട് സന്തോഷം. ഞാനും അവിടെ മുസ്ലിം സഹോദരന്മാരും ഹൈന്ദവരും എല്ലാം റൂൾ കേൾക്കാൻ വന്ന് 2 രാത്രി പ്രസംഗിച്ചു. ഇവിടെ കർത്തൃദാസൻ ലൈവ് കൊടുക്കുന്ന പോലെ അവിടുത്തെ സിറ്റി ചാനൽ, നെയ്യാറ്റിൻകരയിലെ സിറ്റി ചാനലുകാരൻ ലൈവ് കൊടുത്ത് ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ പലർക്കും ഇത് സംശയം വരും, മനസ്സിലാവും, ബുദ്ധിമുട്ടുണ്ട്, നമ്പർ തരുമോന്ന്. ഞാൻ പറഞ്ഞു, അല്ലേ തന്നെ കുഴപ്പമാണ്, എങ്കിലും നമ്പർ ചെറുതായിട്ട് തരാം. നമ്പർ അതിൽ കൊടുത്തു. 2-ാം ദിവസം കഴിഞ്ഞു. യോഗം രാത്രി തീർന്നു. 9:30 ചപ്പാത്തി കഴിച്ചു. 10 മണിക്ക് പാലായിൽ കൊണ്ടുവിട്ടു. തൊടുപുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന സൂപ്പർ ഫാസ്റ്റ് പാലായിൽ ഞാൻ കയറി. 11 മണിക്ക് വണ്ടി അവിടെ നിന്ന് പോയി. 11:45 ആയപ്പോൾ കോട്ടയം ഏറ്റുമാനൂർ കാരിത്താസ് എത്തുമ്പോൾ ഒരു വ്യക്തി എന്നെ ഫോൺ ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, സാർ 2 ദിവസമായി സിറ്റി ചാനലിൽ താങ്കളുടെ പ്രസംഗം കേട്ടു, ഞങ്ങൾക്ക് ഉറക്കമില്ലെന്ന്. സന്തോഷമില്ലല്ലോ സോദരം? ഞാൻ പറയും, സാറ് വിഷമിക്കേണ്ട, ബൈബിൾ വായിച്ചാൽ മതി, തന്നെ ഉറങ്ങിപ്പോകുമെന്ന്. മനസ്സിലാകുന്നവർക്ക് ആ സോദരം. ഉറക്കം വരാത്തവരാരും സ്ലീപ്പിംഗ് പിൽസ് കഴിക്കരുത്. ഒന്നീ നല്ല പ്രസംഗം TV-യിലിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ മതി, തന്നെ കണ്ണടയും. സോദരം. ഇല്ലേ വെളിപ്പാട് പുസ്തകം വായിച്ചുകൊണ്ടിരുന്നാൽ മതി, കസേര ഇരുന്നുറങ്ങിപ്പോകും. മനസ്സിലാകുന്നവർക്കായി പിശാചിന് ഇഷ്ടമല്ല. സോദരം. അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ കറക്റ്റായ കാര്യങ്ങളാണ്. ഞാൻ ചോദിച്ച താങ്കൾ ആരാ? അദ്ദേഹം പറഞ്ഞു, സാധാരണ പുള്ളിയല്ല, പാലാ കോളേജിലെ പ്രൊഫസർ, നല്ല പുള്ളിക്കാരൻ. സോദരം. പ്രൊഫസറിൻ്റെ ഉറക്കം പോയെന്ന്. അദ്ദേഹം ഒരു സംശയം എന്നോട് ചോദിച്ചു, സാർ പാലായിൽ 2 ബൈക്ക് ഒരുമിച്ച് കൂട്ടുമുട്ടുന്നു. ഒഡീഷയിൽ ഒരു ട്രെയിൻ മറ്റൊരു ട്രെയിനിൻ്റെ നേരെ വരുന്നു. അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ 2 വിമാനം ഒരേ പാതയിൽ നേർക്കുനേർ. അദ്ദേഹത്തിൻ്റെ സംശയമുള്ളൂ, ആകാശപ്പാറ എന്തുകൊണ്ട് കൂട്ടിമുട്ടുന്നില്ല? ഞാൻ അദ്ദേഹത്തോട് നാടൻ മലയാളത്തിൽ പറഞ്ഞു, എൻ്റെ സാറേ, ആ ആകാശപ്പാറ കൂട്ടിമുട്ടുന്നതിന് മുമ്പ് ഇവിടുന്നൊരു കൂട്ടം എടുക്കപ്പെടണം. ആരാ? ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ദൈവസഭ. ഇത് മധ്യാകാശത്തിൽ എടുക്കുന്നത് വരെ ഈ പാറ കൂട്ടിമുട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. സ്തോത്രം. ആരാ? കത്തോലിക്ക സഭയിലെ പ്രൊഫസർ. എന്തൊരു നല്ല കാലം. അങ്ങനെയെങ്കിൽ ഇനി ആകാശത്തിൽ നിന്ന് പാറ കൂട്ടിമുട്ടിയാൽ വരുന്നു നക്ഷത്ര സ്ഫോടനം. കുഞ്ഞുങ്ങൾ കാണണം, ചെറുപ്പക്കാർ ബാലിപന്മാരെല്ലാം കണ്ടോ? നക്ഷത്ര സ്ഫോടനം. ഇത് നിങ്ങളുടെ മൊബൈലിൽ അടിച്ചാൽ കിട്ടിയ സ്റ്റാർ വാർസ്. ഇനി അമ്മാമ്മ വായിക്കണം. ആകാശപ്പാറ വീഴും, നദികളിലും നീരുറവുകളിലുമായിരുന്നു വീണത്. അതുകൊണ്ട് ഇനി ഈ നക്ഷത്രം വീണാൽ ഇവിടുത്തെ വെള്ളത്തിന് എന്ത് സംഭവിക്കും? വരാൻ പോകുന്നു വാട്ടർ ഇൻഫെക്ഷൻ. അടുത്ത വായിച്ചാട്ട് 8-11 വാക്യം വായിച്ചാട്ട്. ആ നക്ഷത്രത്തിന്റെ കാഞ്ഞിരം എന്ന പേര്. കോവിഡ് ഒന്നും വല്ല വലുത്, കാഞ്ഞിരം എന്ന പേര്. അടുത്തത് വെള്ളത്തിൽ 3-1 കാഞ്ഞിരം പോലെയായി. വെള്ളത്തിൽ 3-1 കാഞ്ഞിരം പോലെയായി. അടുത്തത് വെള്ളം കയ്പായതിനാൽ പലരും മരിച്ചുപോയി. അച്ചായ അമ്മമ്മേ, കോവിഡ് അല്ല വലുത്, വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഇനി ഒരു വാക്ക്, അസ്ട്രോയിഡ്. ആകാശത്ത് നിന്ന് പാറ. ഈ പാറയ്ക്കകത്തൊരു ചെറിയ സാധനമുണ്ട്, അതിൻ്റെ പേരാ തുള്ളി. അതിനെ ഫ്ലൂറൈഡ് എന്നാണ് വിളിക്കുന്നത്. തുടങ്ങിയത് തിരുവനന്തപുരത്തും വീണു. എവിടെ വീണെന്നറിയാമോ? നമ്മുടെ വിഴിഞ്ഞത്ത് വീണു, പൂവാറ് വീണു, പഴവഞ്ചാലി വീണു, കൊല്ലങ്കോട് വീണു. കേട്ടാട്ടെ, എല്ലാവരും കേൾക്കണം. നമ്മുടെ പല ദൈവദാസന്മാരും അവിടെ മീൻ മേടിക്കാൻ പോയപ്പോൾ വിഴിഞ്ഞത്ത് മത്സ്യം കൂട്ടത്തോടെ ചത്ത് കിടക്കുന്ന കാഴ്ച
കടൽ മത്സ്യം പൂവാറിൽ ചത്തുകിടക്കുന്ന കാഴ്ച. അന്ന് ആരോ എഴുതി വെച്ചൊരു വാക്കുണ്ട്, സ്രാവിൻ്റെ വായിൽ നിന്ന് കറ ഇറങ്ങിയത് കൊണ്ടാണ് മത്സ്യം ചത്തേന്ന്. എൻ്റെ പൊന്ന് ദൈവമേ, എത്ര കൊല്ലമായിട്ട് പൂവാറി പല മീനും കിടക്കുന്നു. ഇപ്പോഴാണോ സ്രാവിൻ്റെ വായിൽ നിന്ന് കറ ഇറങ്ങിയത്? അതല്ല, ആകാശത്ത് നിന്ന് വീഴുന്ന ആകാശപ്പാറയിൽ ഫ്ലൂറൈഡ്, സമുദ്രത്തിലെ വെള്ളത്തിന് ഉപ്പുവെള്ളം സോഡിയം ക്ലോറൈഡ്, ഇത് രണ്ടും കൂടെ മിക്സ് ആകും കടൽ വെള്ളത്തിൽ. അപ്പം ഈ മീനിൻ്റെ ചെകിളയാ ശ്വാസകോശം. അവിടെ ചെന്ന് മീനിൻ്റെ ചെകിളയിൽ അടിക്കുമ്പോൾ ഈ കെമിക്കല് അവൻ്റെ ചെകിളയ്ക്ക് കയറാൻ സമ്മതിക്കത്തില്ല. അത് ഓടി വന്ന് കരക്കടിഞ്ഞ് പല്ലി വാലി മുറിച്ചിട്ട് പിടയ്ക്കുന്ന പോലെ പിടയ്ക്കുന്ന കാഴ്ചയാ സമുദ്രത്തിലെ മത്സ്യം കൂട്ടത്തോടെ ചത്ത് കിടക്കുന്ന കാഴ്ച. നഞ്ച് കലക്കിയതല്ല, കെമിക്കൽ കലക്കിയതല്ല. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ നടക്കുന്നതിന് തുല്യമായി അതിനാസ്പദമായി മത്സ്യം കൂട്ടത്തോടെ ചത്ത് കിടക്കുന്ന കാഴ്ച. രണ്ടാമത്തെ കാര്യം എല്ലാവരും കേൾക്കണം. ഇവിടെ നെയ്യാറ്റിൻകരയിൽ ഒരു കുഞ്ഞു വരെ മരിച്ചുപോയി, ഒരു അനാഥാലയം. അമീബ മസ്തിഷ്ക ജ്വരം. വെള്ളത്തിനകത്തൊരു പ്രത്യേക വൈറസ് ഇറങ്ങി, അമീബ മസ്തിഷ്ക ജ്വരം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, നെയ്യാറ്റിൻകരയിലെ എല്ലാവരും വെള്ളം ചൂടാക്കി കുടിക്കണം. സംശയം എന്താ സംഭവിക്കുന്നത്? വരാൻ പോകുന്നു. അത് കഴിഞ്ഞ് പാലക്കാട് യാക്കര, ഒരു ദിവസം പുഴയിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുകിടക്കുന്ന കാഴ്ച. അത് കഴിഞ്ഞ് എറണാകുളം ഏലൂർ, എല്ലാവരും മത്സ്യകൃഷി ചെയ്തവർ മത്സ്യത്തെ മുഴുവൻ ഒന്ന് കളക്ട്രേറ്റിൽ കൊണ്ടിട്ടു. ഒരു ഫാക്ടറിയിൽ നിന്ന് ഏതോ ഒരു കെമിക്കൽ തുറന്നു വിട്ടപ്പോൾ മത്സ്യം കൂട്ടത്തോടെ ചത്തൊടുങ്ങിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കോവിഡ് അല്ല വലുത്, 2/3 ജനം വാട്ടർ ഇൻഫെക്ഷനിൽ മരിക്കും. അതാ അന്ത്യകാലം ഒന്നുകൂടെ. അതുകൊണ്ട് ഇന്നത്തെ സയൻസിനറിയാം. പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ ചെന്നാൽ അവിടെ ഒരു വാക്കുണ്ട്, യേശു വരാൻ കാലമായെന്നല്ല, വെള്ളം അമൂല്യമാണ്. സന്തോഷമില്ലല്ലോ? സ്തോത്രം. അത് കഴിഞ്ഞതിന് ശേഷം ഓലത്താതി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ടാപ്പിൻ്റെ അവിടെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ടാപ്പിൻ്റെ വാക്യം? വെള്ളം അമൂല്യമാണ്. ഇതിപ്പം നമ്മുടെ നല്ല പൈപ്പിൽ കൈ കഴുകുന്നു. അത് മാത്രമല്ല, ഇവിടുന്ന് വേറെ ആരെങ്കിലും നമ്മുടെ കൺവെൻഷന് സ്റ്റീലിൻ്റെ പൈപ്പ് അതിനകത്ത് കുറേ ടാപ്പും കൊണ്ടുവന്നാൽ ആദ്യം അവർ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്, ആവശ്യമില്ലാതെ വെള്ളം തുറന്നു വിടരുത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. യേശു വരാൻ കാലമായെന്നല്ല, സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ, അരുമயான കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കാൻ ചെല്ലും. നല്ല സ്കൂളുകളെല്ലാം പഠിക്കാൻ ചെല്ലുമ്പോൾ അമ്മണി ടീച്ചർ പുറകെ വടിയായിട്ട് നിൽക്കും. എന്തിനാണെന്നറിയാമോ? ടാപ്പ് കൂടുതൽ തുറന്നു വിട്ടാൽ അടി വരുന്നു. മനസ്സിലാകുന്നവർക്കായി ടീച്ചർ വടിയായിട്ട് നിൽക്കും. സ്തോത്രം. അടുത്തതോടെ ഇനിയുള്ള കാര്യം ഞാൻ നെയ്യാറ്റിൻകര വന്നില്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാൽ നെയ്യാറ്റിൻകരയിൽ വരാൻ പോകുന്ന സെൻസർ ടാപ്പ്. ഇവിടുത്തെ വിസ്മയിലാകട്ടെ, ശബരീസിൻ്റെ ആര്യ ജ്യോതിയിലാകട്ടെ, നിങ്ങൾ കൈ കഴുകാൻ ചെല്ലുമ്പോൾ കൈ കാണിക്കുമ്പോൾ വെള്ളം കിട്ടും. 1 സെക്കൻഡ് കൊണ്ട് വെള്ളം അടയും. അങ്ങനെയുള്ള ടാപ്പ് ഇവിടെ വരാൻ പോകുന്നു, സെൻസർ ടാപ്പ്. അപ്പോൾ തോമാച്ചായനും അത് കഴിഞ്ഞ് റോസമ്മ ചേച്ചി, സരള ആൻറ്റി പറയുന്നത്, പാസ്റ്ററേ പിന്നെ ഞങ്ങൾ കൈ കാണിക്കുമെന്ന്. അത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. സ്തോത്രം. ഈ ആഴ്ചയിലെ റേഷൻ തൊഴുക്കലിൽ നിന്ന് മേടിച്ചിട്ട് അടുത്ത ശേഷം പോങ്ങമൂട്ടി പോയി അതേ കാടുവാട്ട് കൈവെക്കുമ്പോൾ സഹോദരി പറയും, അയ്യാ ഏമാത്തി കാണിക്കാതെ സ്ഥലം വിട്. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു സമയം കൈ കാണിക്കുമ്പോൾ നിങ്ങളുടെ കൈയുടെ ചൂട് സെൻസർ എടുത്താൽ പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് കൈ കഴുകാൻ പറ്റൂ. അങ്ങനെയുള്ള വാട്ടർ ടാപ്പ് ഇവിടെ വരാൻ പോകുന്നത് സെൻസർ ടാപ്പ്. ഇവിടെ പ്ലംബിംഗ് കട നടത്തുന്ന ഇലക്ട്രിക് എടുക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, പല വീടുകളിലും ഇപ്പോൾ തന്നെ വന്നു തുടങ്ങി. കൈ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വരും, തന്നെ അത് കട്ടാവും. കൈ വലിക്കുമ്പോൾ അത് സിസ്റ്റം മാറും. അത് നമ്മുടെ ബാർകോഡുമായിട്ട് മിങ്ക് ചെയ്യും. താണ്ട പേനയിലെ ബാർകോഡിൻ്റെ വില പോലെ അത് മിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം വെള്ളം കിട്ടും. അടയുന്നൊരു കാലം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കോവിഡ് അല്ല വലുത്. മാതാവേ, പിതാവേ, തൊഴുക്കലിൽ വീട്ടിയിരിക്കുന്ന മക്കള് 2/3 ജനം ഇവിടെ മരിക്കും. അങ്ങനെയെങ്കിൽ ആ വെള്ളം കുടിക്കുവാൻ നമുക്ക് അവസരം വരുമോ? ഇല്ല. ശമരിയയിൽ സുഗോറിന്റെ പട്ടണത്തിൽ ഒരു കിണറുണ്ടായിരുന്നു. അവിടെ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു. അമ്മാമ്മയുടെ പേര് ശമരിയാക്കാരി അമ്മാമ്മ. സ്തോത്രം. ആ ശമരിയാക്കാരി അമ്മാമ്മയെ ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, 5 ഭർത്താക്കന്മാരെ ഡൈവോഴ്സ് ചെയ്തിട്ട് നെയ്യാറ്റിൻകര ഇപ്പം പൊന്നപ്പൻ ചേട്ടൻ്റെ ബൈക്കിൻ്റെ പുറകെ കറങ്ങുവാന്ന്. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. അതിനായി 5 ഭർത്താക്കന്മാർ. അത് വചനം പഠിക്കാത്ത ഉപദേശിമാരാ. ശമരിയാക്കാരി അമ്മാമ്മയ്ക്ക് 5 ഭർത്താവും ഇല്ലായിരുന്നു, 1/2 ഭർത്താവും ഇല്ലായിരുന്നു. അവർ 5 മലയിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നതാ. അക്കറ, സെയ്ത, സീനായ്, മോറിയ, ഇങ്ങനെയുള്ള മലകളിൽ ആരാധിച്ചു കൊണ്ടിരുന്നത്. ഇപ്പം അവൾ 1/2 മലയില. രക്ഷിക്കപ്പെടണമെന്നുമുണ്ട്, സ്നാനപ്പെടണമെന്നുമുണ്ട്, മുങ്ങണമെന്നുമുണ്ട്. പക്ഷേ ഇപ്പോഴും നിൽക്കുന്ന പള്ളിയുടെ കൊമ്പിനകത്താ. സ്തോത്രം. അതാ യാക്കോബിൻ്റെ കിണർ. മിണ്ടുന്നില്ലല്ലോ? ചില ആൾക്കാർ പറയത്തില്ലോ, പാസ്റ്ററെ വചനം ശരിയാ, ശുശ്രൂഷ ശരിയാ,
എന്നാൽ എൻ്റെ പപ്പായ പള്ളിക്ക് കഴിക്കോല് വെച്ച് സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇതായിരുന്നു ശമരിയാക്കാരി. അല്ലാതെ അവള് ബൈക്കിലും പൊന്നപ്പച്ചേട്ടൻ്റെ പുറകെ കറങ്ങിയതല്ല, 5:30 മല നിൽക്കുക. അപ്പം സാധാരണ നമ്മുടെ കർത്താവ് പാറശാല പോകുന്നത് നേരെ നെയ്യാറ്റിൻകര, പിന്നെ ഉദയംകുളങ്ങര, അത് കഴിഞ്ഞിട്ട് നേരെ ഇടിച്ചക്ക പ്ലാമൂട് വഴിയാണ്. അന്ന് കർത്താവ് റൂട്ട് മാറ്റി CVR പുരം വഴി നേരെ അമ്പനാവിള പിടിച്ചു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇത് പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവും. എവിടെ പാന ഇടയ്ക്ക് KSRTC ഒന്ന് യാത്ര ചെയ്യും സ്വോത്രം. ഉദയംകുളങ്ങര കഴിഞ്ഞ് കൊറ്റാമം കഴിഞ്ഞ് CVR പുരം കഴിഞ്ഞ് നേരെ പ്ലാമൂട്ട് കട, അമ്പനാവിള, പാറശാല. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇവിടെ പോകണം. അതായിരുന്നു സുഗോറിൻ്റെ കിണർ. അവിടെ ചെന്നപ്പോൾ ശമരിയാക്കാരിയോട് പറഞ്ഞു, കുഞ്ഞെ നീ എന്തിനായി തൊട്ടിയും കലവിട്ട് ഇങ്ങനെ വെള്ളം കോരുന്നു സ്വോത്രം? അപ്പം പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, തരണം. ശമരിയാക്കാരി ഉടനെ പറഞ്ഞു, നീ യഹൂദൻ, ഞാൻ ശമരിയാക്കാരി. അപ്പം കർത്താവ് വിചാരിച്ച ഇവൾ ഒരു കാരണവശാലും വരത്തില്ലെന്ന് ഞങ്ങളുടെ ഭാഷ. രണ്ടാമത് വിചാരിച്ച നെയ്യാറ്റിൻകര TB ഹോസ്പിറ്റലിൽ ചീഫ് ഫിസിഷ്യൻ കൊടുക്കുന്ന പോലെ ഇച്ചിരി പാരാസെറ്റമോൾ കൊടുത്തു. ഒരു ചലനവും ഇല്ല സ്വോത്രം. മൂന്നാമത് കർത്താവ് എവളോട് സംസാരിച്ചപ്പം പറഞ്ഞു, ഒരു പ്രവാചകനൊക്കെ ആണെന്ന് വിചാരിച്ചു. നാലാമത് കർത്താവ് വിചാരിച്ചു, ഒന്നീ ഞാൻ അല്ലേ അവള്. മനസ്സിലാകുന്നവർക്കായി കർത്താവ് നെഞ്ചിനകത്തോട്ട് MRI അടിച്ചു. നല്ലൊരു സ്കാൻ. വചനം ഇറങ്ങിയപ്പോൾ ലൂണാറിൻ്റെ ചെരുപ്പും പോയി, തൊട്ടിയും താഴെ വീണു. കർത്താവ് അവളോട് പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? നീ തരുന്ന വെള്ളം കുടിച്ചാൽ ഇനിയും എനിക്കും ദാഹിക്കും, പക്ഷേ ഞാൻ തരുന്ന ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് പാനം ചെയ്താൽ നിനക്കൊരു നാളും ദാഹിക്കയില്ല. അതുകൊണ്ടാ ശമരിയാക്കാരി പറഞ്ഞ സത്യനമസ്കാരികൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല ആരാധിക്കുന്നത്, അവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവൾ ആദ്യമായി ശമരിയാക്കാരി അമ്മാമ പട്ടണത്തിൽ വന്ന് പറഞ്ഞു, സാക്ഷാൽ മശിഹായെ ഞാൻ കണ്ടു. മൂന്നാമത്തെ സയൻസ്, ഇവിടുത്തെ വാട്ടർ ഇൻഫെക്ഷൻ പലരും മരിച്ച് വെള്ളം കുടിച്ച് മരിക്കുന്നതിന് മുമ്പ് ജീവജല നദിയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്ത തൻ്റെ മക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരും. നാലാമത്തെ സയൻസ്, വെള്ളം രക്തമാകും. വായിക്കുന്നു, ആകാശത്തിൽ നിന്ന് വന്മല. വായിച്ചട്ടെ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം. എല്ലാവരും കേട്ടോണം. രണ്ടാമത്തെ ദൂതനൂതി, അപ്പോൾ തീ കത്തുന്ന വന്മല പോലെയെന്ന്, തീ കത്തുന്ന വന്മല പോലെയെന്ന് സമുദ്രത്തിൽ എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. കടലിൽ 1/3 രക്തം. അടുത്തത് സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. ഇതാ കിടക്കുന്നു. ആകാശത്തിൽ നിന്ന് വന്മല വീണാൽ, സമുദ്രത്തിൽ വീണാൽ, നിങ്ങളുടെ കിണറ്റിൽ വീണാൽ എന്ത്? ആകാശത്തിൽ പാറ 4 സെന്റിമീറ്റർ മുതൽ 1650 കിലോമീറ്റർ. അതുപോലെ ആകാശത്തിനകത്ത് വൻമല കിടപ്പുണ്ട്. അത് വീഴും, പൊട്ടിത്തെറിക്കും. ഒന്നിൽ സമുദ്രത്തിൽ വീഴും, കിണറ്റിൽ വീഴും, പല സ്ഥലത്തും വീഴും. സ്തോത്രം. അങ്ങനെയെങ്കിൽ വെള്ളം കയ്പാകുന്ന കാലം. അത് പറഞ്ഞപ്പോൾ തന്നെ വാട്ടർ ഇൻഫെക്ഷൻ കൂടെ വരും. ഇന്ന് പലരും വിചാരിക്കുന്നത് നടക്കുമെന്ന്. സ്തോത്രം. പറഞ്ഞുതരാം. ഞാൻ ഇടയ്ക്ക് 4 വർഷം പിറകിൽ കോവിഡിന് ശേഷം ഒരു ദിവസം രാവിലെ ഫിസിക്സിൻ്റെ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുക ക്ലാസ് എടുക്കാൻ വേണ്ടി. സ്തോത്രം. അപ്പം ഒരമ്മമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ 4 വർഷം മുമ്പ് ഈ പ്രസംഗം കേട്ടിരുന്നേൽ ഞാൻ ഈ ഗതി വരത്തില്ലായിരുന്നു. ഞാൻ ചോദിച്ചു അമ്മാമ്മയോട്, അമ്മാമ്മ എന്താ വിഷയം? അമ്മാമ്മ പറഞ്ഞു, കോഴഞ്ചേരി തെക്കേമലയാണ് എൻ്റെ വീട്. കേട്ടാട്ടെ. അമ്മാമ്മയുടെ ഒരു കൂട്ടുകാരി കൊച്ചി കാക്കനാട് പോയി നല്ലൊരു ഫ്ലാറ്റ് മേടിച്ചു. അമ്മാമ്മയോട് പറഞ്ഞു, എന്തിനായി കോഴഞ്ചേരി നിന്ന് മരച്ചീനിയും തിന്ന് ചീരയും നോക്കി കുരുമുളകും നോക്കാതെ ഉള്ളത് വിറ്റ് പറക്കി പോരാൻ. അമ്മാമ്മ 55 ലക്ഷം രൂപയ്ക്ക് നല്ല മതിയായ പുരയുടെ ഒരു വീടും വിറ്റ് കാക്കനാട്ടി എന്ന് ഫ്ലാറ്റിൽ കയറി. എല്ലാവരും കേൾക്കണം. അന്നാണ് ഒരു കുഴപ്പമില്ല. 4 വർഷം കഴിഞ്ഞു. അന്ന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, കൊച്ചിയിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തി, ആകാശത്തിലോട്ട് പുക പോയി. കൊച്ചിയിൽ ആസിഡ് മഴ പെയ്തു. ഇഷ്ടം പോലെ പണം കൊടുത്ത് വെള്ളം മേടിക്കേണ്ടി വന്നു. അമ്മമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, പാസ്റ്ററെ ഈ പ്രസംഗം നേരത്തെ കേട്ടിരുന്നേ ഞാൻ വിൽക്കത്തില്ലായിരുന്നു. ഞാൻ സ്നേഹത്തോടെ, അമ്മമ്മ കിട്ടിയതല്ലോ, ആ കോഴഞ്ചേരി നിന്നാൽ പോരായിരുന്നു. നല്ല കിണറില്ലായിരുന്നു, ചീരയില ഇല്ലായിരുന്നു, മുരിങ്ങയില ഇല്ലായിരുന്നു, മരച്ചീനി ഇല്ലായിരുന്നു, 2 പടവലും പാവലും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഫ്ലാറ്റിൽ കയറാൻ പോയതാ. സ്വോത്രം. ചെറുപ്പക്കാർ കേൾക്കുന്നു. ഭാര്യമാർ പറയും, മോനെ സിറ്റിയിലോട്ട് ഫ്ലാറ്റിൽ കയറാം. അയ്യോ സിറ്റിയിലോട്ട് വരല്ലേ. അരുവിക്കരയിലെ പമ്പിങ് ഇന്നാൾ തീർന്നപ്പോൾ ശിവൻകുട്ടി ചേട്ടനും ആര്യ രാജേന്ദ്രനും കരഞ്ഞുകൊണ്ടിരുന്നതാണ്. മനസ്സിലാകുന്നവർക്കാണ്. 13 ദിവസം വെള്ളം കിട്ടാതെ. നെയ്യാറ്റിൻകര കിണറ്റിൽ നിന്നെങ്കിലും വെള്ളം കിട്ടും. 2 ചീരയിലയും കിട്ടും, 2 മുരിങ്ങയും കിട്ടും. കുഞ്ഞമ്മാമ ഒരു പടവലും പാവലും കിട്ടും. സന്തോഷമില്ലല്ലോ. സ്വോത്രം.
ഫ്ലാറ്റിലെങ്ങാനും കയറണം, രാത്രി കറണ്ട് പോകണം, സന്തോഷമില്ലല്ലോ, ഇറങ്ങാൻ പറ്റുമോ, കുഞ്ഞുങ്ങളെ തപ്പോൾ കുഞ്ഞവിടെ ജിത്തുമോൻ എന്തിയാ, ജോപ്പൻ എന്തിയെന്ന് ചോദിക്കും, മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. ഇത് നമ്മുടെ പെരേ കറണ്ടില്ലെങ്കിൽ പുറത്തെയാണ്. ഒറ്റ ഇംഗ്ലീഷുകാരന്മാർ ഈ ഫ്ലാറ്റിൽ കയറുന്ന ചേച്ചിമാരോട് ചേട്ടന്മാരോടും പറയുന്നത്, ഇംഗ്ലീഷുകാർ, ഞാൻ ഒത്തിരി വെസ്റ്റേൺ കൺട്രീസിനെ പറ്റി പഠിക്കുന്നത്, ഈ ഇംഗ്ലീഷുകാർ ഒറ്റ ഒരൗത്തന്മാർ ഈ വലിയ ബിൽഡിങ്ങിൽ താമസിക്കത്തില്ല. ഒരിക്കൽ ഒരു ഇംഗ്ലീഷുകാരനോട് ചോദിച്ചു, വൈ യു നോട്ട് സ്റ്റേ ദ ബിഗർ ബിൽഡിംഗ്? ഉടനെ അവൻ പറയാം, കോമ്രേഡ്, വില്ല ഈസ് ഗുഡ്, എവരി എർത്തേക്ക് കമ്മിങ് ഓപ്പൺ ദ ഡോർ ഫാർ അവേ. ഭൂകമ്പം വന്നാൽ എൻ്റെ വീട് തുറന്നിട്ട് ചാടി രക്ഷപ്പെടാന്ന് സ്വോത്രം. 16 നില ഫ്ലാറ്റിൽ നിന്ന് കറണ്ട് പോയാൽ ഭൂകമ്പം വന്നാൽ ഏണി വരുമോ? തങ്കപ്പൻ ചേട്ടൻ്റെ ഏണി വരത്തില്ല സ്വോത്രം. അതുകൊണ്ട് 90% ഇംഗ്ലീഷുകാർ ഞാൻ പഠിച്ചതിൽ അവന്മാരാരും വലിയ ഫ്ലാറ്റിൽ താമസിക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ നെയ്യാറ്റിൻകര സൗകര്യം പറയാം, ചേട്ടാ ലൂലുവിൻ്റെ അടുത്ത് വലിയ ഫ്ലാറ്റ് വരുന്ന നെയ്യാറ്റിൻകരല്ല തട്ടിയിട്ട് വന്ന് നീ ലൂലു അല്ല, നീ പെരുവഴിയായിപ്പോ സ്വോത്രം. ചേട്ടന്മാരോട് പറയാം, അവസാനം വെള്ളവും കിട്ടത്തില്ല, പാവയ്ക്കാൻ കിട്ടത്തില്ല, അങ്ങനെ ഒരു കാലം വരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, അരുവിക്കര പമ്പിങ് തീർന്നപ്പോൾ 13 ദിവസം തിരുവനന്തപുരം സിറ്റിക്കകത്ത് വെള്ളം കിട്ടാതെ നെട്ടോട്ടമോടൊരു കാലമുണ്ടായിരുന്നു. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കേട്ടോ, ഈ ആകാശപ്പാറ, ആ പാറ ചിലത് കിണറ്റ് വീഴും, ആ പാറ ചിലത് സമുദ്രത്തിൽ വീഴും. അതിന് ഇനി ഒരു സയൻസ് കൂടെ പറയാം. കാട്ടാക്കട കിണറ്റിനകത്ത് തിര ഇളകുന്നു, തൊടി ഇടിഞ്ഞു താഴുന്നു. ഉടനെ തൊടി ഇറക്കിയ ചെറുപ്പക്കാരന് കുറ്റം പറയും. അല്ല, ആകാശപ്പാറ തുരന്ന് കിണറ്റിനകത്ത് ഇറങ്ങുമ്പോഴാ തൊടി ഇടിഞ്ഞ് താഴുന്നത്. അന്നേരം നിങ്ങളുടെ നെയ്യാറ്റിൻകര മനോരമ പത്രം, അമ്മാമ്മയുടെ കിണറ്റിൽ ഒരു വെള്ളം, ചിലയിടത്ത് മഞ്ഞ വെള്ളം. ഉടനെ ജലവകുപ്പിനെ വിളിക്കും, വേണ്ട വെള്ളം സൂക്ഷിക്കാൻ. അപ്പം ചില അമ്മച്ചിമാർ പറയാറുണ്ട്, ഞാൻ ചർച്ചിൽ പോകുന്ന സമയം നോക്കിയിരുന്നതാ, വിരോധമുള്ള ജ്യോതി കൊണ്ടുവന്ന് ഏതോ പൗഡർ കലക്കിയതാണ്. എൻ്റെ അമ്മാമ്മ ജ്യോതിക്ക് മൊബൈൽ നോക്കാൻ സമയമില്ല, അന്നേരം അമ്മാമ്മയുടെ വലയുള്ള കിണറ്റിൽ കൊണ്ട് പൗഡർ കലക്കുന്ന സ്വോത്രം. അവർക്ക് മൊബൈൽ നോക്കാൻ സമയമില്ല. അങ്ങനെ ഒരു ജ്യോതിയും കലക്കിയതല്ല. രാത്രിയുടെ യാമങ്ങളിൽ ആകാശത്തുനിന്ന് പാറ വീഴുന്നത് കിണറ്റിനകത്തിളകുമ്പോൾ തിരയിളകും, ഒരു വെള്ളം, മഞ്ഞവെള്ളം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ രണ്ടാമത്തെ ദൂതൻ ഊതി ആകാശത്തിൽ നിന്ന് വന്മല പോലെ ഒന്ന് വീണു. നദികളിലെ നീരുറവകളിലുമായിരുന്നു വീണത്. വെള്ളം കയ്പായി, അതോടൊപ്പം സമുദ്രത്തിൽ വീണു, പ്രാണികൾ ചത്തുപോയി. അങ്ങനെയെങ്കിൽ അന്ത്യദിനം രക്തവെള്ളം വരാൻ പോകുന്നു, ജലദുരന്തം. ദാ കിടക്കുന്നു, എല്ലാവരും ഈ വാക്ക് കാണണം. ദാ കിടക്കുന്നു, സോമാലിയ ആകാശത്തിൽ നിന്ന് പാറ വീണു. ശ്രീലങ്ക 2016 ആകാശത്തിൽ നിന്ന് പാറ വീണു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, എല്ലാവരും കേൾക്കണം, അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് 100ാമത്തെ എപ്പിസോഡിൽ ഈ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ബായിയോ ബഹനോ ഏ ബാത് സുന്നാ ചാഹിയേ, അപ്പനാ നദി കി കിനാറോമേ ആയക ഖൂൻ കാ പത്തർ, അഥവാ രക്തത്തിൻ്റെ കളറുള്ള കല്ലുകൾ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആകാശത്തിൽ നിന്ന് വീഴുന്ന കല്ലിനകത്ത് നിന്ന് വരുന്നത് അവസാനം രക്തവെള്ളം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ കേൾക്കണം, അരുവിക്കര ആ പമ്പിങ്, പട്ടം, കേശവദാസപുരം, നാലാഞ്ചിറ, മെഡിക്കൽ കോളേജ് മുഴുവൻ വെള്ളം. അത് കഴിഞ്ഞിട്ട് നെയ്യാർ, അഗസ്ത്യാർ മലയിൽ ഒരു പാറ വീണാൽ നെയ്യാറിൽ കൂടെ ഒഴിച്ചിറങ്ങിയാൽ നേരെ മണ്ഡപത്തൻ കടവ്, അത് കഴിഞ്ഞ് നെയ്യാർ, കള്ളിക്കാട്, സകല സ്ഥലവും ബുരായിമോട് ഇറങ്ങി വരുന്നത് മുഴുവൻ രക്തവെള്ളം. നിങ്ങളുടെ വീട്ടിൻ്റെ കൊച്ചു കിണറ്റിൽ ഒരു വീണാൽ രക്തവെള്ളം. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശപ്പാറ കിണറ്റിൽ വീണാൽ കിണറ്റിലെ വെള്ളം രക്തവെള്ളം. എല്ലാവരും നോക്കണം, ചെറിയ വെള്ളം രക്തവെള്ളം. വിരായ്മൂട്ടിലോ കരമനയാറിലോ അരുവിക്കരയോ പോയാൽ രക്തവെള്ളം. ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഒരു പക്ഷേ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, നാടൻ മലയാളം, 5:30 മണിക്ക് ഒരമ്മച്ചി അച്ചായന് കാപ്പിയിടാൻ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താൽ അമ്മച്ചി അറിയുന്നില്ല രാത്രി പാറ വീണ രക്തവെള്ളം. ഉടനെ വിചാരിക്കും, അയ്യോ കാപ്പി വേണ്ട, ഇന്ന് കാപ്പി കുടിക്കണ്ട. 7:30 ആകുമ്പം വിചാരിക്കും. എന്നാൽ ഇതിലെ കൂടെ ഇപ്പോൾ ലൈനുണ്ട്, വാട്ടർ ലൈൻ, കുടിവെള്ള പദ്ധതി, അതും നദികളിൽ നിന്ന്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ തലയിൽ ഒഴിക്കാൻ നോക്കും രക്തവെള്ളം. മക്കളോട് പറയും കുളിക്കണ്ട, അവരെ കുളിക്കാതെ സ്കൂളിൽ വിടും. 9:30 ആകുമ്പോൾ വിചാരിക്കും 3-4 ദിവസത്തെ തുണിയുണ്ട്. മനസ്സിലാകുന്നവർക്കായി നെയ്യാറ്റിൻകര കഴിഞ്ഞ് അമരവിളയിൽ ഒരു ചെറയുണ്ട്, അവിടെ പോയി കഴുകാൻ ഹോണ്ട സ്കൂട്ടറിനകത്ത് തുണിയും കെട്ടി അമ്മാമ്മ അവിടെ ചെല്ലും. നോക്കിയപ്പോൾ അവിടെയും വീണ് കിടക്കുന്ന പാറയാ രക്തവെള്ളം. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആകാശത്ത് നിന്ന് പാറ വീണാൽ കിണറ്റിനകത്ത് കിട്ടുന്നത് രക്തവെള്ളം. അത് കഴിഞ്ഞിട്ട്
പുഴയ്ക്കകത്ത് രക്തവെള്ളം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴാൻ പോകുന്നത് രക്തവെള്ളം. എന്നാൽ ഇന്ന് പകൽക്കാലം കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ രക്തവെള്ളം ഞങ്ങളുടെ അടുപ്പിൽ കാപ്പി ഇടുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം ഞങ്ങളുടെ കുഞ്ഞു മക്കളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം ഞങ്ങളുടെ വസ്ത്രം കഴുകുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. സത്യ ദൈവ സഭേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. 3 കാര്യങ്ങൾ പുറകെ. 1 more time റിവൈസ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കൊണ്ടായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ഞാൻ പറഞ്ഞത്. 1, സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങും. 2, നിർണായകമായി ആ സൂര്യൻ മനുഷ്യനെ കൊല്ലുന്നതിന് മുമ്പ് നീതി സൂര്യൻ. 2, ആകാശത്ത് നിന്ന് പാറ വീഴും. പാറ വീഴുന്നതിന് മുമ്പ് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ട ദൈവസഭ. 3, വാട്ടർ ഇൻഫെക്ഷൻ വരും. അതിവിടെ വരുന്നതിന് മുമ്പ് ജീവജല നദിയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്ത മക്കളെ ചേർക്കാൻ കാന്തൻ വരും. 4, ഇവിടെ നദികളിലും പുഴകളിലും രക്തവെള്ളം വരും. ആ രക്തം വീഴുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച മക്കൾ നിത്യ വീട്ടിലേക്ക് യാത്രയാകും. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി കാന്തൻ വരും. 5ാമത്തെ സംഭവം ഭൂകമ്പം. ഇവിടം തൊട്ട സയൻസ്. എന്താ ഭൂകമ്പം? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞാൻ അതുകൊണ്ട് പറഞ്ഞു 51.7.5 ഏതാ? ഭൂമിയുടെ ചതുരശ്ര കിലോമീറ്റർ. 36.75 വെള്ളം. അതിനുശേഷം 1600 അടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് 23.5. അതിനുശേഷം ഭൂമിക്ക് 3 തട്ടുണ്ട്. 1ാമത്തെ തട്ട് ക്രിസ്റ്റ്, 80 കിലോമീറ്റർ വീട് വെക്കാം. 80 മുതൽ 2000 കിലോമീറ്റർ വരെ മാൻഡിഡ് എന്നാണ് പറയുന്നത്, കട്ടിപ്പാറ. മാൻഡിഡിൻ്റെ താഴെ ഒരു പ്രതലമുണ്ട്, അതിൻ്റെ പേര് ടെക്ടോണിക് പ്ലേറ്റ്. PSCക്കൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് എഴുതിക്കോ മോനെ, അല്ലാതെ ഈ സാറന്മാരൊക്കെ എല്ലാം പറഞ്ഞുതരാൻ പാടാ. ടെക്ടോണിക് പ്ലേറ്റ്. അപ്പം ദൈവം സങ്കീർത്തനം 104 ഇന്നലെ അമ്മാമ്മ വായിച്ചതിൻ്റെ തൊട്ട് ഭാഗത്ത് ഒരു ഭാഗം കൂടെ, ദൈവം ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഒരു നാളും ഇളകിപ്പോകാതെ വണ്ണം നിർമ്മിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടത് ആരാ? സന്തോഷമില്ലല്ലോ. ഓത്രം കൊടങ്ങാവിളയിലെ ഗോപിനാഥനാചാര്യാണോ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടത്? ഇയ്യോബ് വായിക്കണം. ഇയ്യോബേ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? മകയിരത്തിന്റെ രാശി ചക്രങ്ങൾ നിനക്ക് ബന്ധിക്കുവാൻ കഴിയുമോ? കാർത്തികയുടെ ചങ്ങലകള് നിനക്ക് അഴിക്കാൻ കഴിയും. സ്വോത്രം. അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ട ആചാര്യ കൊടങ്ങാവിള ഗോപിനാഥനാചാര്യല്ല, സ്വർഗത്തിലെ ദൈവം. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. ആ പ്ലേറ്റിന്റെ പേര് ടെക്ടോണിക് പ്ലേറ്റ്. ആ പ്ലേറ്റ് 1ാമത്തെ പ്ലേറ്റ്. എല്ലാവരും കേട്ടോണം. 1 തുടങ്ങുന്ന കന്യാകുമാരി എന്നാ. ആ പ്ലേറ്റിൽ ഭാരത് ജോഡോയിൽ ആര് പോയി? രാഹുൽജി പോയ. ജമ്മു കാശ്മീർ കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് നീണ്ടു കിടക്കുക ഒരു മരത്തിന്റെ ചില്ല പോലെ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, അതുവഴി ഗൾഫ് രാജ്യം തുർക്കി വരെ കിടക്കുന്ന ദ ഫസ്റ്റ് പ്ലേറ്റ് നൈംഡ് ആസ് ഏഷ്യൻ പ്ലേറ്റ്. ദൈവം ഭൂമി അതിൻ്റെ അടിസ്ഥാനം. കുഞ്ഞുങ്ങളിൽ ലൈവൊക്കെ കണ്ട് വീട്ടിൽ നിന്ന് പിന്നെ നോട്ട് എഴുതിക്കോണം. 2ാമത്തെ പ്ലേറ്റ് ന്യൂഡൽഹി, ബർമ, റെങ്കൂൺ, ചൈന, തായ്ലാൻഡ്, ജപ്പാൻ, UK വരെ കിടക്കുന്ന 2ാമത്തെ പ്ലേറ്റ്. അതിനെ സയൻസ് വിളിക്കുന്ന പേര് ടിബറ്റൻ പ്ലേറ്റ്. ദൈവം ഭൂമി അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ. ബാക്കിയെല്ലാം നോക്കിക്കോണം. അപ്പം ഇതിപ്പോൾ 3 കാര്യം പറഞ്ഞു. 1 ക്രിസ്റ്റ്, 2 മാൻഡിഡ്, 3ാമത്തത് ലിത്തോസ്ഫിയർ എന്ന ടോട്ടൽ ആ പ്രതലം. ആ പ്ലേറ്റിൻ്റെ പേര് ടെക്ടോണിക് പ്ലേറ്റുകൾ. താഴെ 4ാമതൊരു തട്ടുണ്ട്. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ. സന്തോഷമില്ലല്ലോ അത് പറഞ്ഞപ്പോൾ നമ്മുടെ ജീവൻ പോയി. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു. അവിടെ പോയ വല്ലവരും ഉണ്ടോ? നല്ല കൺവെൻഷനാണ്. പിന്മാറ്റത്തിൽ പുത്തം വീട്ടി തോമാച്ചായൻ. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? ലൂക്കോസ് 16. എല്ലാവരും കേൾക്കണം. ഒരു ധനവാനും ഒരു ലാസറും. ധനവാനെ കുറ്റമൊന്നും പറയരുത്. അവന് ഈ ലാസറിനൊന്നുമില്ലെങ്കിൽ ഒരു കട്ടൻ ചായയും പരിപ്പോടയും കൊടുത്തു കാണും. അതുകൊണ്ടല്ലേ ഇത്രയും നാൾ പടിപാതിക്ക്. ഞങ്ങളെപ്പോലുള്ള ധനവാന്മാരാണ് വീടും തുറക്കത്തില്ല, പട്ടി അഴിച്ചു വിടും. സ്വോത്രം. ഈ ധനവാച്ചിന് മാന്യതയുള്ള ധനവാനായിരുന്നു. സ്വോത്രം. തൊഴിൽക്കല. 2 പേർക്കും കോവിഡ് വന്നു. മനസ്സിലാക്കട്ടെ. ധനവാനെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ നമ്മുടെ സ്നേഹിതൻ ഡോക്ടർ റോസ് ബെസ്റ്റ് പറഞ്ഞു, അച്ചായൻ തട്ടിപ്പോവും. CSI കാരനായിരുന്നു ധനവാൻ. അല്ല, കിംസിലെങ്ങാനും കൊണ്ടുപോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന്. സ്വോത്രം. കൂടെ നമ്മുടെ ലാസറും ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ പൈസയില്ല, ജനറൽ വാർഡിൽ കടന്നതാ. 3ാം ദിവസം ദീർഘശ്വാസം, ആള് പോയി. സന്തോഷമില്ലല്ലോ. എല്ലാം കൂടെ മലമുകളിൽ കൊണ്ട് 12 അടി താത്ത്. സ്വോത്രം. ബാൻഡുമില്ല, മേളമില്ല, സെൻട്രൽ പാസ്റ്റും ഇല്ല.
കോവിഡ് കാലത്ത് ഇത് കണ്ടിട്ട് മനുഷ്യൻ മാനസാന്തരപ്പെട്ടില്ലല്ലോ അമ്മാമേ. 83,000 പെണ്ണാണ് കേരളത്തിൽ പോയത്. എന്നിട്ടും നെയ്യാറ്റിൻകരക്കാരൻ മാനസാന്തരപ്പെട്ടില്ല. ഇപ്പം കത്തിയായിട്ട് വയ്ക്കുമോ സ്വോത്രം. എല്ലാത്തിനെയും 12 അടി JCB മലമുകളിൽ കൊണ്ടുവന്ന് താത്ത് ചന്ദനത്തിനെയും കത്തിച്ചിട്ട് അവനൊന്നും ഗുണപ്പെട്ടിട്ടില്ല. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അപ്പോൾ ധനവാന കിംസിക്കാർ കൊണ്ടുപോയി. കിംസുകാർ പറഞ്ഞ് എല്ലാം ശരിയാക്കി തരാം. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. 4 ലക്ഷം രൂപയുടെ പ്രോട്ടീൻ ട്രിപ്പ് അടിച്ചപ്പോൾ ധനവാൻ എന്ത് ചെയ്തു? കോവിഡ് നെഗറ്റീവ്. ഉടനെ വീഡിയോ കാൾ. നമ്മുടെ കാളൊക്കെ മാറിയില്ലേ അപ്പം? മനിതനെ നീ എங்கே പോകരുത്. ധനവാൻ നല്ല മൈക്കൊക്കെ എടുത്ത് UK-യിലായിരുന്ന മകൻ, കുവൈറ്റിലായിരുന്ന മകനോട് പറഞ്ഞു, പപ്പായ്ക്ക് ഇപ്പം റിലീഫായി. ഡോക്ടർ രാവിലെ മോർണിംഗ് ചെക്കപ്പിന് വന്നു. 48 മണിക്കൂർ കഴിഞ്ഞാൽ പപ്പായ്ക്ക് വീട്ടിൽ പോകാം. 4 ലക്ഷം രൂപയുടെ പ്രോട്ടീൻ ട്രിപ്പ്. ഇത് പറഞ്ഞ് ധനവാൻ നല്ല പവർ വിഷനൊക്കെ കണ്ട് എന്ത് ചെയ്യാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 5-ാമത്തെ ദിവസം ഉണ്ടല്ലോ, രാവിലെ ഒരു അടി, മാടനടി, ഹാർട്ട് അറ്റാക്ക് പോയി. സ്വോത്രം. 4 ലക്ഷവും പോയി. മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു, വന്ദേ ഭാരതിൻ്റെ വിമാനമുണ്ട്, ഞങ്ങൾ വരാം, പപ്പായ അങ്ങനെ അടക്കരുത്, ഞങ്ങൾ വന്ന് അടക്കിക്കോളാം. എല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ എന്താ ചെയ്തതെന്നറിയോ? ഒരുത്തൻ UK-യിൽ നിന്ന്, ഒരുത്തൻ കുവൈറ്റിൽ നിന്നും വന്ന് പള്ളിയിൽ അച്ഛനോട് ഞങ്ങളുടെ പാസ്റ്റർമാരൊക്കെ പറഞ്ഞ് പള്ളി പാത്ത ധനവാൻ തിരുവനന്തപുരത്ത് കരമന പ്രാവശ്യമ്പല ഒരു പാട്ട്. എന്താ പാട്ടെന്നറിയാം? ലോകേ ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. സന്തോഷമില്ലല്ലോ. ഇതുവരെ പള്ളി വന്ന് രക്ഷയുടെ പെട്ടകത്തിൽ കയറാത്ത ധനവാൻ്റെ പാട്ടാ ലോകേ ഞാൻ. ഞങ്ങളുടെ നാട്ടിൽ ഇന്നാൾ ഷാപ്പിൽ കത്തിക്കുത്തുണ്ടായി. ഒരച്ഛയും മരിച്ചുപോയി, സമുദായക്കാരനായിരുന്നു. അപ്പോൾ മോൻ വരാൻ 3 ദിവസം എടുത്തു. ഒരു ദിവസം രാവിലെ ഞങ്ങൾ നോക്കിയപ്പോൾ റോഡിൽ കൂടെ നല്ല അരുമயான പാടൽ. എന്നെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. ഷാപ്പിൽ കത്തിക്കുത്തേറ്റ അച്ഛനെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് സ്വോത്രം. ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ പാട്ട് ഇതാ. പള്ളിയിലും പോകത്തില്ല, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തതിനും മരണത്തിൽ പാട്ട്. എന്തായാലും ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവന്നു. ഫ്രീസറിനകത്തായിരുന്നു. തൊഴിക്കല പള്ളിയിലെ പാസ്റ്റർമാർ വന്നു, CSIയിലെ ബിഷപ്പ് വന്നു, ഞാനും വന്നു. ഞാനും പറഞ്ഞു, അച്ഛൻ വളരെ കാര്യങ്ങൾ ചർച്ചിന് വേണ്ടി ചെയ്ത് കൺവെൻഷൻ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പൂശി 2 പാലും തന്നെയാണ് ദൈവനാമത്തിൽ പറഞ്ഞു. സന്തോഷമായിട്ട് ഇരിക്കട്ടെ. സ്തോത്രം. അതെല്ലാം കഴിഞ്ഞു. ആ സമയത്ത് അവസാനം പള്ളിയിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യാൻ തന്നെ പറഞ്ഞു. വീട്ടുകാരില്ലാത്തവരെല്ലാം മാറിയാട്ടെ, അച്ചായൻ്റെ ഡെഡ് ബോഡി ഇപ്പോൾ പെട്ടിയിലേറ്റ് മാറ്റാൻ പോവുക. എല്ലാവരും പന്തലിൽ നിന്ന് മാറിയപ്പോൾ അച്ചായൻ്റെ ഒരു മകനുണ്ടായിരുന്നു. മകൻ്റെ കൊച്ചുമോനുണ്ടായിരുന്നു. അവൻ്റെ പേര് ജിത്തു എന്നായിരുന്നു. അവന് പിടികിട്ടി ഇനി അപ്പച്ചൻ ഇനിയും വരത്തില്ല. അപ്പോൾ അന്ന് ഓൺലൈൻ ക്ലാസ്സാണ്, കോവിഡ് കാലമല്ലയോ. അന്നേരം വിചാരിച്ച് എവിടെങ്കിലും പോയി അപ്പച്ചൻ എനിക്കൊരു മെസ്സേജ് അയക്കും. ഈ ധനവാൻ വലിയ മാന്യനായിരുന്നു. തൊഴിക്ക പോയി കള്ളു കുടിക്കത്തില്ല, പാറശാല പ്രശാന്തി എന്നാണ് കള്ളു കുടിക്കുന്ന സ്വോത്രം. അവിടെ നിന്ന് വരുമ്പോൾ ഇവനെ ഗാലക്സിയുടെ ചോക്ലേറ്റ് കൊണ്ടുവരുമായിരുന്നു. കൊച്ചിനതല്ലേ സ്നേഹം, കുഞ്ഞിന് വല്ലതും അറിയാവും. കുഞ്ഞ് വിചാരിച്ച് പണ്ടത്തെ കാലത്ത് ഞങ്ങൾ വിളിക്കുന്ന നോക്കിയുടെ കുഞ്ഞ് മൊബൈലുണ്ട്, അതായിരിക്കുന്നു സ്വോത്രം. ദൈവമായിട്ട് ഇത് ഇവിടെ കൊണ്ടുവന്ന സ്വോത്രം. ഇരിക്കട്ടെ സ്വോത്രം. മണിദാസ് പാസ്റ്റർ മൊബൈൽ ഇപ്പോൾ എല്ലാം ടച്ചല്ലയോ. കുഞ്ഞ് ചാർജ് ചെയ്ത് സിമ്മോട്ട് അപ്പച്ചൻ്റെ തല ഇച്ചിരി ഉയർത്തിയപ്പോൾ തലയണയുടെ അടിയിൽ അവൻ ആരും അറിയാതെ കയറ്റി. കൊച്ചുമോനല്ലേ സ്വോത്രം. അപ്പോൾ ആരാണ്ട് ചോദിച്ച്, മോനെ നീ എന്തിനാ വെക്കുന്നത്? മിണ്ടരുത്, അപ്പച്ചൻ എവിടെയെങ്കിലും ചെന്നിട്ട് മിസ് കോൾ അടിക്കുമെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അപ്പച്ചൻ നേരെ എവിടെ പോയി? നല്ലതുപോലെ നടക്കാൻ നല്ലതായിരുന്നു, പോയത് പാതാളത്തിൽ. സ്വോത്രം. അപ്പച്ചൻ്റെ കല്ലറയിൽ അന്നത്തെ ക്രിസ്ത്യാനി എഴുതി വെക്കുന്ന റെസ്റ്റ് ഇൻ പീസ്. പീസല്ല, അപ്പച്ചൻ കെടാത്ത തീ കിടക്കുക. സ്വോത്രം. അതാ കൊന്നതിന് ശേഷം പിന്നെയും കൊല്ലുക. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അപ്പച്ചൻ അവിടെ ചെന്ന് അപ്പോണ്ട് നെയ്യാറ്റിൻകരയും തൊഴിക്കലയും വഴുതൂരെയും സകല കള്ളുകൂടിയന്മാരും അവിടെ കിടക്കുന്ന തോമാച്ചാനും. എൻ്റെ തോമാച്ചാൻ, നിനക്ക് ഈ ഗതി വന്നല്ലോ. TB ജംഗ്ഷനിൽ കേട്ട്, വഴുതൂരിൽ കേട്ട്, തൊഴിക്കൽ CSI ഗ്രൗണ്ടിൽ കേട്ട്, പെരുമ്പഴുതൂർ കേട്ട്, അരുവിപ്പുറം കേട്ട്, ഇവിടെ എല്ലാം ഞാൻ തീർത്ത് വെച്ചിരിക്കുക. സന്തോഷമില്ലല്ലോ. സ്വോത്രം. CSI, തൊഴിക്കല്, വഴുതൂര്, ഈ സ്ഥലം മൊത്തവും ഞാൻ കിടന്ന് പ്രസംഗിച്ചതാ. ഇവിടെ എല്ലാം കേട്ടിട്ട് കൈ ഉയർത്തിയ ഫ്രീ രക്ഷ മേടിക്കാൻ നേരാ പറയുന്ന. അയ്യോ, അന്നത് സംഭവിച്ചില്ല. അന്ന് ആദ്യമായിട്ട് ധനവാൻ മേലോട്ട് നോക്കി. ഇതുവരെ അവൻ TV-യിൽ നോക്കിക്കൊണ്ടിരുന്ന. സ്വോത്രം. അന്ന് ഉയർത്തിയിട്. അപ്പോൾ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ഒരുവൻ ഇരിപ്പുണ്ട്, ലാസർ. ആ സമയത്ത് ധനവാന് ഭയങ്കര ദാഹം. അപ്പം പറഞ്ഞ്, അയ്യോ സ്വർഗമേ, അബ്രഹാമേ, താണ്ട ആ മടിയിലിരിക്കുന്ന ലാസറിൻ്റെ 2 കുപ്പി മിനറൽ വാട്ടർ കൊടുത്തു വിടണം. സ്വോത്രം. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ്, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ നടുവേ ഒരു പിളർപ്പുണ്ടെന്ന്. മനസ്സിലാകുന്നവർക്കായി. അതിനുശേഷം മരിച്ചതിന് ശേഷം ഒരു പരിപാടിയും നടത്തിയിട്ട് കാര്യമില്ല. സ്വോത്രം. സന്തോഷമില്ലല്ലോ. നമ്മുടെ ശ്വാസം പോയി. ഇത് അവസാന വരവാ. രാജൻപാസ് ഇവിടെ നല്ല കപ്പപ്പഴത്തിൻ്റെ കൊലയൊക്കെ വെച്ച് വെട്ടിക്കഴിഞ്ഞു. വെട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയും കൊണ്ട് ചെവിട്ടി കൊണ്ടുവന്ന് വളം ഇട്ടുകൊണ്ടിരിക്കുക. ആരോ എന്തിനാ? പിണ്ടി കണക്കും പ്രയോജനമില്ല. സ്വോത്രം. മരിച്ചതിന് ശേഷം ഒരു പരിപാടിക്കും നടക്കത്തില്ല. അപ്പം പറഞ്ഞ്, എൻ്റെ അനിയന്മാർ കുറേ പേരുണ്ട്. ഞാൻ ഇച്ചിരി കൂടെ മര്യാദയുള്ളവരായിരുന്നു. അവറാച്ചാനും കുഞ്ഞച്ഛനും ചമ്മുവിലും ഒക്കെ ഇതിൽ മോശം. അവിടെ ചെന്ന് ട്രാക്ട് കൊടുക്കാം. സ്വോത്രം. അപ്പോൾ സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ട്, അവർ കൊടുത്തോളും. മരണാനന്തര ജീവിതം.
എന്തായാലും അന്നൊരു ഹല്ലേലൂയ വിളിച്ച് 50 കിർമി വായി കയറി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കിർമിയുടെ സ്തോത്രം. കർത്താവിനെ കാണാത്ത സകല അച്ചായന്മാർ കിടക്കുന്നത് കെടാത്ത തീച്ചാകാത്ത പുഴു. ഇന്നലെ അവിടെ തൊട്ട് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇതായി കൺവെൻഷൻ എന്തായാലും അന്ന് പ്രളയം അടിച്ച് കറണ്ടും പോയി. 40 ദിവസം കഴിഞ്ഞപ്പോൾ സപ്ലൈ വന്നു. അപ്പോൾ തോമാച്ചായം വീട്ടിൽ ഈ കുഞ്ഞു പോകണമെന്ന് സപ്ലൈ വന്നപ്പോൾ നരകത്തിൽ നിന്ന് ചാർജ് ചെയ്ത് രാവിലെ 10 മണിയായപ്പോൾ മൈ ഹൗസ് മോനെ ഞാൻ ഡയൽ ചെയ്ത് വെച്ചിരിക്കുക ട്യൂൺ സഹിതം. വീട്ടിൽ വിളിച്ചപ്പോൾ ആരോ ഫോൺ എടുക്കുന്ന അരുമயான പാടൽ, ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം. ഇതുവരെ അവൻ്റെ വീട്ടിൽ ലജ്ജാവതിയെ നിൻ്റെ കള്ളക്കട കണ്ണിലായിരുന്നു, ഇപ്പോൾ അതാ കിടക്കുന്നത്. നല്ല പാട്ട്, നാടൻ ഭാഷ. അപ്പോൾ ആ സംശയം ധനവാൻ എൻ്റെ വീടാണെന്നത് ഒന്നുകൂടെ കട്ട് ചെയ്തപ്പോൾ ധനവാൻ്റെ മോൻ ജോസഫ് കൂട്ടിയെടുത്ത് ഹലോ അവൻ പറഞ്ഞു, എടാ പപ്പായ സംസാരിക്കുന്നത്. ഏത് ഉപദേശി അവിടെ വന്ന്? അപ്പം പറഞ്ഞു ഉപദേശി വന്നതല്ല, പപ്പായുടെ 40 പാട്ട് കുർബാനയാണ്. സ്വോത്രം. നമ്മുടെ CV സയൻസ് മൈക്ക് വെച്ചോളൂ, മൈക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ധനബാൻ പല 40 പാട്ട് കുർബാനയ്ക്ക് പോയതാണ്. ധനബാൻ ചോദിച്ചു ടുഡേ സ്പെഷ്യൽ. അപ്പോൾ ജോസഫ് കുട്ടി പറഞ്ഞു ചൂടായതുകൊണ്ട് 7-അപ്പും പാലപ്പവും നല്ല സ്റ്റൂവും. മനസ്സിലാകുന്നവർക്കായി വിസ്മയെന്ന് ഓർഡർ ചെയ്തത് നെയ്യാറ്റിക്കരയിൽ. ഉടനെ ജോസഫ് കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, മോൻ ഈ അഡ്രസ്സ് എഴുതിക്കൂ, അത്യാവശ്യമായിട്ടൊരു 3 കുപ്പി 7-അപ്പ് തിരുവനന്തപുരം ജനറൽ പോസ്റ്റ് ഓഫീസിൽ പോകണം. ധനവാൻ തോമാച്ചാൻ, പിൻമാറ്റത്തിൽ പുത്തൻവീട്, കെയർ ഓഫ് നരകം, പാതാളം, പിൻ 691010. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കർത്താവിനെ കാണാത്ത സകല അച്ചായന്മാരും വീഴാൻ പോകുന്നത് ഈ നരകത്തിനകത്ത്. ഭൂമിയുടെ കീഴെ എന്താ? പാതാളം, പ്രേതങ്ങൾ നൊന്ത് നടുങ്ങുന്നു. ഹിയോബ് എന്താ? ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടതുപോലെ തിളയ്ക്കുന്നു. ഭൂകമ്പം. എല്ലാവരും കേൾക്കണം. പുറകെ വാക്യം വായിക്കും. 2-3 വാക്യം കൂടെ കഴിയുമ്പോൾ നിർത്താൻ പോവാ. ഇന്ന് പകൽക്കാലം കേൾക്കണം. സൂര്യൻ്റെ ആകർഷണത്തിൽ നിൽക്കുന്നത് ആ ഭൂമി. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് പകൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സോളാർ പ്ലാനറ്റിനകത്ത് സൂര്യനകത്ത് കറുത്ത പുള്ളി വീണു. എന്താ? ഹൈഡ്രജൻ കത്തി. അതിൻ്റെ പേരാ ഹീലിയം. സ്മാൾ ഹോൾസ് സിറ്റുവേറ്റഡ്, ബ്ലാക്ക് ഹോൾ സിറ്റുവേറ്റഡ് മിൽക്കി വേ ഗാലക്സി. കറുത്ത പുള്ളി. ആ പുള്ളി സൂര്യൻ്റെ കറക്കത്തിനകത്ത് ഭൂമിയെ പിടികിട്ടാതെ വരും. പാണ്ടിലോറി അമരവിള ചെക്ക് പോസ്റ്റ് ഓടി വരുമ്പോൾ അവിടെ ഹമ്പിനകത്ത് ചവിട്ടാതിരിക്കുമ്പോൾ പാണ്ടിലോറി കുടയുന്നത് പോലെ ഈ കറുത്ത പുകയ്ക്കകത്ത് നിന്ന് ഈ പ്രതലം പിടികിട്ടാതെ വരുമ്പോൾ ഭൂമിക്കുണ്ടാകുന്ന പ്രതിഭാസമാ ഭൂകമ്പം. യെശയ്യാ പ്രവചനം 14. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാട പോലെ ആടും, അത് വിറയ്ക്കും, വീഴും, എഴുന്നേൽക്കയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നാം ചവിട്ടുന്ന കാൽ ചവിട്ടുന്ന ഭൂമി. ഇത് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഭൂകമ്പം പോകുന്നത് മുല്ലപ്പെരിയാർ. നാട്ടുകാർ മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുക മുല്ലപ്പെരിയാർ. പറഞ്ഞുതരാം, എല്ലാം കേൾക്കണം. ഇന്ന് പകൽ എന്താ? 1970 മുതൽ 80 വരെ 20 ഭൂകമ്പം, 80 മുതൽ 90 വരെ 30 ഭൂകമ്പം, 1990 ശേഷം വലിയ ഭൂകമ്പം. കേരളത്തെ നടുക്കാൻ പോകുന്നൊരു സംഭവം. 45 ലക്ഷം ജനം മരിക്കും. എപ്പോൾ? പറഞ്ഞു തരാം. 1991, 93, 1993 മഹാരാഷ്ട്രയിലെ ലത്തൂറിലൊരു ഭൂകമ്പം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഏഷ്യാനെറ്റുകാരനൊന്നും അറിയത്തില്ല. 6.5 ഭൂമി കുലുങ്ങി. കമ്പനം. മഹാരാഷ്ട്ര, കർണാടക, ഗോവ, മംഗലാപുരം, സുൽത്താൻ ബത്തേരി, കൊച്ചി കടൽ. ഇതാ ജിയോഗ്രഫിക്കൽ സർവേ. നിങ്ങളുടെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ജിയോഗ്രഫി ടീച്ചേഴ്സ് ഉണ്ട്, അവരോട് ചോദിക്കണം, എൻ്റെ പേരും പറയണം. കൊച്ചിയിൽ നടുത്ത പ്ലേറ്റ്, മൂവാറ്റുപുഴ, തൊടുപുഴ, ഉപ്പുതറ, കാഞ്ചിയാർ, വള്ളക്കടവ്, ബേബി ഡാം, മുല്ലപ്പെരിയാർ. സ്വോത്രം. ഈ അന്ന് തൊട്ട് ഈ മുല്ലപ്പെരിയാറുള്ള പ്രശ്നം 1993 കർത്താവ് 32 വർഷം കൊടുത്തു. എന്താ മുല്ലപ്പെരിയാർ? നെയ്യാറ്റിൻകരയിൽ ഒരു രാഷ്ട്രീയ നേതാവിനും അറിയത്തില്ല എന്താ മുല്ലപ്പെരിയാർ. തിരുവിതാംകൂർ രാജകുടുംബം തമിഴ്നാടിനോട് കാണിച്ച കരുണയ മുല്ലപ്പെരിയാർ. 999 വർഷത്തെ പാട്ടം. കമ്പം, തേനി 2 ഡിസ്ട്രിക്റ്റിന് വെള്ളം കൊടുക്കുവാൻ തമിഴ്നാടിനോട് ഈ തിരുവിതാംകൂർ രാജകുടുംബം ഇടപെട്ടതാ മുല്ലപ്പെരിയാർ. പണിഞ്ഞതാരാ? മുല്ലപ്പെരിയാർ ഡാം പണിഞ്ഞത് ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ജോൺ സ്പിന്നർ. ഞാൻ ഈ അടുത്ത സമയം പെരിയാർ CSIയിലാണ് പ്രസംഗിച്ച് 5 ദിവസം. അപ്പോൾ അവരെല്ലാവരും എന്നോട് ചോദിച്ച്, പാസ്റ്റർ മുല്ലപ്പെരിയാർ ഉടനെ പൊട്ടുമെന്ന്. ഞാൻ പറയും, മലയാളി 15 പൊട്ടിയാണ്, ഇംഗ്ലീഷുകാരനായതുകൊണ്ട് കുറച്ചാൾ ഇവിടെ നിൽക്കുമെന്ന്. മനസ്സിലാകുന്നവർക്കായി. ജോൺ സ്പിന്നർ, മുല്ലപ്പെരിയാർ പണിഞ്ഞ ഡാം പണിഞ്ഞ ജോൺ സ്പിന്നർ. ഇവിടെ ആർക്കും അറിയത്തില്ല. ഈ രാഷ്ട്രീയക്കാർ ചുമ്മാതെ തിരുവനന്തപുരത്ത് സമരം ഉണ്ടാക്കിയ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഇടുക്കി എനിക്കറിയാവുന്നത് കൊണ്ട് 5 ഡാം ഉടനെ പോകും. ബേബി ഡാം
2 ചെങ്കുളം, 3 പന്നിയാർ, 4 കല്ലാർകുട്ടി, 5 ഇടുക്കി, 5 ഡാം ഒറ്റയടിക്കങ്ങ് പോകും. സ്വോത്രം. അതാ ഈ 45 ലക്ഷം പേർ മരിക്കുന്ന മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടുവോ? ഇവിടെ നമ്മൾ സന്തോഷമായിട്ട് നെയ്യാറ്റിൻകര ഇരിക്കുന്ന യോഗത്തിന് വരാതെ ചിക്കനും കഴിച്ച് ഇടുക്കിയിൽ ഓരോ വീട്ടിൽ ചെന്ന് നോക്കണം. പ്രളയം വരും, മഴ വരുമ്പോൾ അപ്പനെ അമ്മേനെ ഫ്രണ്ട് റൂമിൽ കടത്തേക്ക്. ഞാൻ പല ചെറുപ്പക്കാരോട് ചോദിച്ചു, പക്ഷേ മുല്ലപ്പെരിയാർ പൊട്ടി അപ്പോഴേ അപ്പനെയും അമ്മയും വണ്ടി എടുത്ത് ഓടാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുവാന്ന്. സ്വോത്രം. അപ്പനെ അമ്മയും സ്വോത്രം. ഇന്ന് മുല്ലപ്പെരിയാർ പൊട്ടുമോ? പൊട്ടത്തില്ല. പൊട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. ബാക്കിയൂടെ ഞാൻ പറഞ്ഞുതരാം. സ്വോത്രം. ഞാനിവിടെ തിരുപുറവും തൊഴിക്കലും ഈ റൂട്ടിലെ CSL എല്ലാം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ചില പുള്ളികൾ അതിനകത്ത് കയറിയ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരെ വെട്ടിയത്. ഇപ്പം എല്ലാവനെ ദൈവവും വെട്ടി. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. എല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അന്നേരം ഇടുക്കി CSI അഥവാ പിന്നെ നമ്മുടെ മുട്ടം മേലുകാവ് അവരുടെ ഈസ്റ്റ് കേരള മകായിടവക്കാർ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങോട്ട് വാ ഇവിടെ പ്രസംഗിക്കുക. അന്നേരം ഇവിടുത്തെ CSIയിലെ കുറേ കുത്തിത്തിരിപ്പുകാർ അവിടുത്തെ തിരുമേനിക്ക് ലെറ്റർ എഴുതി ഞാൻ സ്നാനം പ്രസംഗിക്കുമെന്ന്. അപ്പം പുള്ളി പറഞ്ഞ് എങ്ങനെങ്കിലും പെട്ടിട്ടെങ്കിലും ഒരുത്തെ അക്കരെ നാട് കാണട്ടെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇടുക്കി CSIയിലെ തിരുമേനി പറയാം, കള്ളുചാപ്പിലല്ലല്ലോ പോകുന്ന പുള്ളി, സ്നാനത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്. സ്വോത്രം. പുള്ളിക്ക് പറയാതിരിക്കാൻ പറ്റും, പുള്ളി മുങ്ങിയതല്ലയോ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇവിടുത്തെ സകല CSIയിലെ 80% അച്ഛന്മാരും ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ചെയർമാന്മാരും മുഴുവൻ നെയ്യാറ്റിൻകര, തിരുപുറവും, ആ പോലത്താന്തി ഇവിടെ കിടക്കുന്ന സകല CSIയിലെ അച്ഛന്മാരും എൻ്റെ കൂട്ടുകാരാ 80 എണ്ണവും മുങ്ങിയതാണ്. ഇനി പുതിയതായിട്ട് വന്ന ചെറുപ്പക്കാരുണ്ടോ ഇത്ര? ഞാൻ മുക്കിയ അച്ഛനും ഉണ്ട്. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. സ്വോത്രം. മനസ്സിലാകുന്നവർക്ക് ഇവിടം വരെ മതി. മുങ്ങുന്നുണ്ട്, കുഴപ്പമില്ല. സ്വോത്രം. അപ്പം ആപ്പ് ഇവിടുന്നും വെച്ച് തിരുമേനി പറഞ്ഞ എന്തായാലും ഏതവനെങ്കിലും അക്കരെ കയറട്ടെ. തൂത്തുപറക്കി പ്രസംഗിക്കുന്നു. ഇന്ന് പകൽ കേൾക്കണം. ഇടുക്കിയിലെ നല്ല സ്ഥലങ്ങൾ കോഴിക്കാനം, ചേലച്ചുവട്, ഇടുക്കി, കട്ടപ്പന, കാഞ്ചിയാർ, അതുപോലെ തന്നെ രാജാക്കാട്, രാജകുമാരി, എല്ലാം പാവപ്പെട്ട പള്ളികൾ. ഈ തൊഴിക്കല കണക്കല്ല. ആഡിറ്റോറിയത്തിൽ ഒരു മണ്ണാങ്കട്ടയിൽ ഒരു ഡിസ്ട്രിക്ട് കൺവെൻഷൻ നടത്തിയ 10-15 അച്ഛന്മാർ കാണും. സ്വോത്രം. പാവപ്പെട്ട ഞാനും കാണും, പള്ളിയിലെ കൊയറും കാണും. രാജഭാഷ കേൾക്കണം. കുറച്ച് പായ എന്നാലും വന്നിരിക്കും. സന്തോഷമില്ലല്ലോ. ഇവിടെ കസേര ഇട്ടിട്ട് അല്ലേലിയ പറഞ്ഞാൽ നമ്മൾ വരത്തില്ല. എല്ലാം ഇറങ്ങും. കോവിഡ് വന്നിട്ടും കണ്ടില്ല. സ്വോത്രം. ബാക്കി തോട്ടം തൊഴിലാളികളാണ്. AVT, അത് കഴിഞ്ഞ് പോപ്സൺ, ഇതിലെ തൊഴിലാളികളാണ്. ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. അവർ പൗപ്പത്തിന് കൊടുത്ത് ജീപ്പ് പിടിച്ച് വരും. നമ്മുടെ പെരുമ്പഴുതൂർ പോകുന്ന പോലെ ഓടി വരുമ്പോൾ ദൈവദാസന്മാർ ഇവിടെ ചായ തന്നതുപോലെ ഒരു ചായ കൊടുക്കും. ആ അച്ഛന്മാർ ഒരു വടയും കഴിക്കും. പുറത്തൊരു റൂമുണ്ട്. എവിടെ ഇങ്ങനെ കൈയെടുക്കുന്ന ബാത്റൂം. അവരുടെ കയ്യിലൊരു കവറുണ്ട്. അമ്മ എല്ലാവരും കേൾക്കണം, തിരുവനന്തപുരംകാർ. അവർ ഓടി വന്ന് ആ പഴയ ആ തേയിലതുള്ളി ഡ്രസ്സ് മാറ്റിയിട്ട് വരും. അവ അങ്ങോട്ട് വന്ന് നല്ല തമിഴ് പാട്ടാ. അപ്പ അപ്പ ഉങ്ങൾക്ക് ആരാധന. സന്തോഷമില്ലല്ലോ. രാജാവും മാളികയും. അവിടെ പോയി നല്ല തമിഴ് പാട്ടുകൾ. എന്തൻ കന്മലയാനവർ, സ്വോത്രം, ഉയരോട് ഉയർന്നവര്, ഉണ്മ ആരാധന ചെയ്കറ്, ജീവനിന് അധിപതിയെ. കേരളത്തിലെ പെന്തിക്കോസുകാർ ലോത്തിന്റെ ഭാര്യയോട് അടക്കിയിരിക്കുമോ. സ്വോത്രം. നിന്നെ എല്ലാം ദൈവം ഒതുക്കും. മനസ്സിലാകുന്നവർക്കായി. CSIക്കാരൻ കൈയടിച്ച് പാടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അർത്ഥം സന്തോഷം ഇല്ലല്ലോ. സ്വോത്രം. പകുതി ജീവൻ പോയി. എന്തായാലും ഇനി രാജൻ പാസ്റ്റർ വൈകിട്ട് തന്നെ തട്ടത്തില്ല. സ്വോത്രം. പേര് വെച്ചുകൊണ്ട് വരും. സ്വോത്രം. അതുകൊണ്ട് പറയുക മനസ്സിലാകുന്നവർക്കായി. ഷണ്ണനെ എവിടെ പോയെന്നറിയാമോ? യെരൂശലേം ദൈവാലയത്തിൽ പോയി. അവൻ്റെ പൊരുളിരിപ്പുണ്ട്. ആ വായിച്ച അറിയാൻ വയ്യ. അന്നേരം ആരാ ഇങ്ങോട്ട് വന്നപ്പോൾ ആരെ കണ്ടു? ഫിലിപ്പോസിനെ കണ്ടു. ഫിലിപ്പോസ് കാര്യം പറഞ്ഞു. ഷണ്ണം പറഞ്ഞ് ഇനിയും ഞാൻ അങ്ങോട്ട് പോകുന്നതിലും പുറത്ത് കലക്ക വെള്ളത്തിൽ ചാടാന്ന്. ലൈവ് പോകുന്നതുകൊണ്ട് ആജി ബ്രദർ. ഇന്നത്തെ കേരളത്തിലെ പെന്തിക്കോസുകാർ, സത്യദൈവസഭയെ ഞാൻ വിമർശിക്കത്തില്ല, ദൈവമക്കൾ. ഇന്നത്തെ കേരളത്തിലെ പെന്തിക്കോസുകാരന്മാർ കസേരയ്ക്കും കച്ചവടത്തിനും കലാലിനും തലാലിനും സ്ഥലമാറ്റത്തിനും എല്ലാം അഴിമതി നടത്തി സ്വന്തം കുടുംബക്കാരെ, മക്കളെ മരുമക്കത്തായാക്കി ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെന്തിക്കോസിൻ്റെ നേതാക്കന്മാരോട് ഞാൻ പറയാനുള്ളത്, നമ്മുടെ ഷണ്ണൻ ആരാ വചനം പൊരുൾ തിരിച്ചു കിട്ടിയപ്പോൾ ആരോടും ചോദിക്കാതെ കലക്കവെള്ളത്തിൽ ചാടി. അവൻ രക്ഷപ്പെട്ടു. സ്വോത്രം. ഇവിടുത്തെ CSIക്കാരനും മർത്തോമാക്കാരനും RC-കാരനും കത്തോലിക്കക്കാരനും പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. അവ ഒരു നാള് നെയ്യാറ് കലക്ക വെള്ളത്തിൽ ചാടും. അന്ന് കാകളം കേൾക്കും. പോവും. നീ ഇവിടെ കസേരയ്ക്കും ഭദ്രാസനത്തിനും അടി കൂടിക്കൊണ്ടിരിക്കുക. സ്വോത്രം. ഇന്ന് പകൽ യഹോവയെ മറക്കുന്നവര് ഇത് ഓർത്തുകൊള്ളുവേ. യഹോവ നിന്നെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. സ്വോത്രം. നിങ്ങളെയല്ല, ഭയങ്കര അപചൂതിയാ. സ്വോത്രം. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടുമോ? ആരാധിക്കുന്ന ഒരു കുഞ്ഞൊരു ദേശത്തുണ്ടെങ്കിൽ അവിടെ ഒരു അപകടം വരാൻ ദൈവം അനുവദിക്കത്തില്ല. സന്തോഷമില്ലല്ലോ. സന്തോഷമില്ലല്ലോ. അബ്രഹാമിൻ്റെ വീട്ടിൽ ദൈവദാസന്മാർ ചെന്നു. അബ്രഹാം കാര്യങ്ങൾ പറഞ്ഞു സോതോമിനെ നോക്കി ഒരു കാര്യം പറഞ്ഞു. അപ്പം അബ്രഹാം പറഞ്ഞു, എൻ്റെ സഹോദരനുണ്ട്, അവൻ നേരത്തെ തമ്പേറടിക്കുന്നവനാ. അബ്രഹാമിനോട് ദൈവം ഇടിവ് കാണിച്ചു. പ്രാർത്ഥിക്കുന്ന ഒരുവൻ തൊഴുക്കലുണ്ടെങ്കിൽ തൊഴുക്കലിനകത്ത് ഒരു വലിയ പ്രശ്നം വരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി നമ്മളൊന്ന് പോയി നോക്കണം. അങ്ങനെയെങ്കിൽ സായം സന്ധ്യ 2 ദൂതന്മാർ ലോത്തിൻ്റെ വീട്ടിൽ ചെന്നു. എന്താ ചെയ്തെന്നറിയോ? ലോത്തിനെ വിളിച്ചു. ലോത്തിനോടൊരു കാര്യം പറഞ്ഞു.
പട്ടണത്തിൽ നിൽക്കാതെ പുറത്തു വരണം, ഈ പ്രദേശത്ത് നിൽക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരണം, തിരിഞ്ഞു നോക്കരുത്, പർവ്വതത്തിലേക്ക് ഓടണം. 4 കാര്യ ദൂതന്മാർ പറഞ്ഞോളൂ, ഈ പ്രദേശത്ത് നിൽക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരണം, തിരിഞ്ഞു നോക്കരുത്, പർവ്വതത്തിലേക്ക് ഓടണം. ലോത്ത് പഴയ കമാൻഡർ ജീപ്പ്, എല്ലാവരും കേട്ടോണം. 3 വാക്യം കൊണ്ട് ഇപ്പം ഞാൻ നിർത്തിത്തരാം. എന്താ കാര്യം? ലോത്ത് പഴയ കമാൻഡർ ജീപ്പ് എടുത്തു, അമ്മമ്മയെ വിളിച്ചു, കയറാൻ പറഞ്ഞു. അമ്മാമ്മയ്ക്ക് ഇച്ചിരി പാട്. ആ സമയത്ത് കുഞ്ഞുങ്ങളെ വിളിച്ചു, ചുരിദാറിട്ട് പുറകെ കയറി. അമ്മാമ്മ ഒരു പരുവത്തിൽ ലോത്ത് കയറ്റി. 4 കാര്യം അമ്മാമ്മ തെറ്റിച്ചു കേട്ടോ. 1, പോത്തീസിൽ നിന്ന് കൊണ്ടുവന്ന സാരി ഇതുവരെ ഇളഞ്ചറ കൺവെൻഷൻ ഉടുത്തിട്ടില്ല. 2, കുക്കറിനകത്ത് 8 ചിക്കൻ കാല് 65. 3, ആപ്പിളിന്റെ നല്ല മൊബൈൽ ഇപ്പൊ വൈഫൈ ചെയ്തുകൊണ്ടിരിക്കുക. 4, വിസ്മയെന്ന് മേടിച്ച് ഐസ്ക്രീം തൊട്ട് നക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി അമ്മാമ്മയ്ക്ക് പോകാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ലോത്തവിടെ അമ്മാമ്മയെ കയറ്റി. ഇഞ്ചിവള കളിക്കാവള ചെല്ലുന്ന ഇഞ്ചിവള എത്തി തൊഴിക്കലിൽ നിന്ന്. അവിടെ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, ഒന്ന് നിർത്തിയാ ടച്ചായ ചേട്ടാ, ഒന്ന് ചവിട്ടാൻ പറഞ്ഞു. നോക്കിയപ്പം അമ്മാമ്മ ഇറങ്ങി. അമ്മാമ്മയ്ക്ക് സ്വതവും വിടണമെന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മാമ്മയെ സ്വതവും വിട്ടില്ല. ലോത്ത് ഗ്ലാസ്സിൽ കൂടെ നോക്കിയപ്പം ഭാര്യ എങ്ങോട്ട് പോകുന്നു? നടന്നു പോകുന്നു. ഉടനെ പിള്ളേരോട് പറഞ്ഞു, ദാണ്ട് അവൾ ഉപ്പ് തൂണായി. മക്കൾ പറഞ്ഞു, അമ്മ അങ്ങനായോ? അപ്പം ലോത്ത് ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞു, പോയവൾ പോട്ട്, നമുക്ക് പോകാം. മനസ്സിലാകുന്നവർക്കായി ഫസ്റ്റ് ഗിയർ ഇട്ട് ഒറ്റ പോക്ക്. ലോത്ത് സോതവും വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും ഇറങ്ങിയെങ്കിൽ ഇന്ന് ചങ്കൂറ്റത്തോടെ സജുജാത്തന്നൂർ പറയുന്നു, ആരാധിക്കുന്ന ഒരുവൻ കേരളത്തിൽ 5 ഡിസ്ട്രിക്റ്റുകളെ കൊല്ലുന്ന 45 ലക്ഷം പേർ മരിക്കുന്ന മുല്ലപ്പെരിയാർ പൊട്ടാൽ എൻ്റെ ദൈവം ഇപ്പോൾ അനുവദിക്കത്തില്ല. ഇന്ന് പകലിൽ സത്യദൈവസഭ കൺവെൻഷനകത്ത് ഞങ്ങൾ പറയാനുള്ളത്, മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് 45 ലക്ഷം ജനത്തെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നവനല്ല ഞാൻ ആരാധിക്കുന്ന ദൈവം. അതിനു മുമ്പ് ലോത്തിനെ മക്കളെ കരം പിടിച്ചതുപോലെ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഒരു നിഴൽ. 2 വാക്യം കൂടെ കേട്ടോ. പഴയ നിയമത്തിന്റെ വിമോചകനായിരുന്നു മോശ. പെസഹായിൽ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം തേച്ച് അവർ ചെങ്കടലിൽ വന്നു. അച്ചായ അമ്മാമ ഇതാ പൊരുള്. 30 ലക്ഷം പേരെ ചെങ്കടലിൽ കൊണ്ടുവന്നു. ഒറ്റ എണ്ണം അതിനകത്ത് വീഴാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൻ്റെ വിമോചകനായ യേശുവിൻ്റെ വചനം കേട്ട് അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കള് വെള്ളത്തെ മുക്കി കൊല്ലുന്നവനല്ല ഞാൻ ആരാധിക്കുന്ന ദൈവം. അതിനു മുമ്പ് അവൻ്റെ കാകളധ്വനി മധ്യാകാശത്തിൽ ഈ തലമുറയിൽ മുഴങ്ങ്. സത്യദൈവ സഭേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 കാര്യം കൂടെ പറയുമ്പോൾ ഈ പ്രഭാതത്തിൽ അവസാനിക്കും. എൻ്റെ കാന്തൻ വരാറായി. വായിക്കാം. ലൂക്കോസ് 21:11. വലിയ ഭൂകമ്പം മുല്ലപ്പെരിയാർ. അമ്മ വായിച്ചാട്ട് 2 വാക്യം കൂടെ. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഇതെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്. ഇന്നലെ രത്നരാജ ഭാഷ വായിച്ചേണ്ട ഒരു ഭാഗം. അടുത്തത്, ഇനി ആരൊക്കെ വീഴും ഈ തലമുറയിൽ കർത്താവ് വരുമോ? വായിക്കാം. വെളിപ്പാട് 6:14-15. ബൈബിൾ എടുത്താട്ടെ കുഞ്ഞുങ്ങൾ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യ, അത്തിവൃക്ഷം പെരുങ്കാറ്റ് തുറക്കുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങൾ പുസ്തക ചുരുട്ടുന്ന ആകാശം മാറിപ്പോയി. അമ്മാമ്മ അടുത്ത വായിച്ചാട്ട സകല മലയും വായിച്ചോ. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറി. എല്ലാ മലയും ദ്വീപും സംസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇന്ന് നിങ്ങൾ നമ്മുടെ കൺവെൻഷൻ സ്വത്രാരാനിരിക്കുമ്പോൾ ഏതൊക്കെ മല? 2013 അമ്പൂരി, അതിനുശേഷം നിലമ്പൂർ, കവളപ്പാറ, പുത്തുമല, അത് കഴിഞ്ഞ് കൂട്ടിക്കൽ മല, ഇടുക്കി പെട്ടിമുടി മല. കരം ഉയരുന്നില്ലല്ലോ അച്ചായ. അമ്പൂരിക്കാര് കണ്ടില്ലേ? മണിദാസ ഭാഷ എന്താ മിണ്ടാതിരിക്കുന്നു? അമ്പൂരി ഇത് പാറ വീണ കണ്ടില്ലോ? സന്തോഷമില്ലല്ലോ. സ്വോത്രം. പുലിയാ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയപ്പോൾ പറഞ്ഞുതരാം, നോട്ട് ചെയ്യണം. അവിടെ പോയി പരിശോധന പ്രസംഗിക്കണം. സ്വോത്രം. പുലി ഇറങ്ങിയെന്ന് ബാക്കിയപ്പോൾ വായിച്ചു തരാം. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ സകല മലയും ദ്വീപും. ഇന്ത്യയുടെ ഒരു സുന്ദരി ഉണ്ടായിരുന്നു, കാവ്യമാധവനല്ല, ഇന്ത്യയുടെ സുന്ദരി ആൻഡമാൻ നിക്കോബാർ. സ്വോത്രം. കോവിഡ് അടി, ഇവിടെ സുനാമി 2 അടി താഴ്ന്നു. അതെല്ലാം പോകും. അടുത്തത് ഇവിടുത്തെ നേതാക്കൾ. വായിച്ചട്ടെ അമ്മമ്മേ, ഇതെല്ലാം മാർക്ക് ചെയ്യണം. വായിച്ചട്ടെ. രാജാക്കന്മാരും മഹത്തുക്കളും, ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ മഹത്തുക്കൾ, സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും വരാൻ പോകുന്ന പ്രകൃതി ദുരന്ത സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. മതി കുഞ്ഞാടിന്റെ കോപ ദിവസം, ഡേ ഓഫ് ലോർഡ്. പറഞ്ഞുതരാം. എല്ലാവരും നാട്ടുകാർ കേൾക്കണം. നേതാക്കന്മാർ ഓടും. മനസ്സിലാകുന്നവർക്കായി. അമിത്ഷാ മംഗലാപുരത്ത് പ്രളയത്തിന് വന്ന് ഇറങ്ങാൻ പറ്റിയില്ല.
കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ അദ്ദേഹത്തിൻ്റെ വടക്കമ്പര ഊര് ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറുന്ന ശ്രീമതി ടീച്ചർ ശൈലജ ടീച്ചറെ വിളിച്ച് വോട്ട് വിടാൻ. റാന്നിയുടെ MLA രാജു അബ്രഹാം മേളിൽ കയറി കൈ ഉയർത്തി ഹല്ലേലൂയ അല്ല ശംഖുമുഖത്ത് നിന്ന് വോട്ട് വരാൻ മനസ്സിലാക്കുന്ന പറയും ഹെലികോപ്റ്ററും സ്വോത്രം. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എല്ലാ ബഹുമാനത്തോടും വിഴിഞ്ഞത്ത് പ്രളയകാലത്ത് വന്നു, ജനമിളകി. മനോജ് പ്രകാശ് സാർ ഉണ്ടായതുകൊണ്ട് വീട്ടിൽ ചെന്ന് കട്ടൻ കുടിച്ചെങ്കിൽ ഇന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മന്ത്രിമാരും പ്രകൃതി ദുരന്തത്തിൻ്റെ നടുവിൽ ഇളകും. അത് മാത്രമല്ല, അവർ ആത്മഹത്യ ചെയ്യത്തില്ല, അവർ പെരുങ്കടവിളെ ആലത്തൂരും ചെന്ന് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവേൻ. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും കരമുയർത്തുന്നവർക്കായി. ബാക്കി രാത്രി മരണം അവരെ വിട്ട് ഓടിപ്പോകും. എന്നാൽ ഇന്ന് പകൽ നമ്മുടെ സ്തോത്രാരാധന പറയണം. ഈ രാജാക്കന്മാരെല്ലാം ഇവിടുന്ന് മാറുമ്പോൾ ബൈബിൾ വചനം ഹഗ്ഗായി 2:6-7 അമ്മമ്മ വായിക്കേണ്ട ബൈബിളുള്ള കുഞ്ഞുങ്ങളെടുത്തിട്ട് നാട്ടുകാരോട് സുവിശേഷം പറയണം. ഹഗ്ഗായി 2:6-7 ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക്, ഞാൻ ഭൂമിയെ ഇളക്ക്, ഞാൻ കരയെ ഇളക്ക്, ഞാൻ കടലിനെ ഇളക്ക്, ഞാൻ സകല ജാതികളെയും ഇളക്ക്. ഇതിന്റെ നടുവിൽ സകല ജാതികളുടെയും മനോഹര വസ്തു വരും. തൊഴുക്കലേ യേശു ക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, യേശു ക്രിസ്തു CSIയുടെ ദൈവമല്ല, യേശു ക്രിസ്തു കറുത്തവന്റെ ദൈവമല്ല, യേശു ക്രിസ്തു വെളുത്തവന്റെ ദൈവമല്ല, പണ്ഡിതന്റെ ദൈവമല്ല, പാമരന്റെ ദൈവമല്ല, തൊഴിലാളിയുടെ ദൈവമല്ല, മുതലാളിയുടെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന കരമുയർത്തുന്നവർക്കായി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ അവൻ അധികാരം കൊടുത്തെങ്കിൽ ഇന്ന് പകൽ പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവന്റെ ചങ്കില ചോരയോ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് പകൽ ആര് തീരുമാനിക്കും? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇന്ന് പകൽ സ്വർഗം ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒറ്റ വാക്യം പാട്ട് പാടുമ്പോൾ അവസാനിക്കും. ബാക്കി രാത്രി ഈ തലമുറയിൽ കർത്താവ് വരുമോ? എസക്കേൽ 14, 21, 22. ഇന്നലെ കാൽവരിയിലെ കള്ളനെയാണ് പറഞ്ഞത്. ഇന്ന് ഒരാളെ കൂടെ പറഞ്ഞ് പാടുമ്പോൾ രായഭാഷ പറഞ്ഞ 12, 15 ആവും. സന്തോഷമില്ലല്ലോ സ്വോത്ര? ദൈവമേ, ഇത്ര ശബ്ദം എടുക്കുന്ന എനിക്ക് എത്ര സന്തോഷം. ഇത്ര പേരെ കിട്ടും. അയ്യോ, ഇവിടുന്ന് ഉറങ്ങല്ലേ. ഇത് ഓൺലൈനിൽ പോകുന്ന 110 രാജ്യങ്ങളിൽ കുറേ അടിക്ക് കമൻ്റ് ഇട്ട് സത്യദൈവസഭ ആൾക്കാർ ഉറങ്ങുന്നെന്ന് മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. അതുകൊണ്ട് 2 മണി കഴിഞ്ഞ ശേഷം ഉറങ്ങാം. ഇപ്പോൾ ഉറങ്ങാൻ സ്വോത്രം വായിക്കാം. ഈ തലമുറ കർത്താവ് എസക്കേൽ 14, 21, 22. അമ്മമ്മ വായിക്കുന്ന എല്ലാവരും നോട്ട് ചെയ്താട്ട്. എസക്കേൽ 14, 21, 22 എല്ലാവരും എടുത്താട്ട്. ഇത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യെരൂശലേം കേരളം ആക്കിയോ? കേരളത്തിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളയേണ്ടതിന് വാൾ. അവിടെ നിൽക്കട്ടെ അമ്മാമേ. വാൾ ചോറ്റുപാത്രത്തിനകത്ത് ഇവരുടെ യഹോവ സാക്ഷികളുടെ കൺവെൻഷനകത്ത് 6. അത് കഴിഞ്ഞ് ഡൽഹിക്കാരൊരു കാർപ്പൻറ്റർ വന്ന് കണ്ണൂർ ട്രെയിനകത്ത് ബോംബ് വെച്ചു. എന്തുവാ ഇത്? കേരളം. വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, കാട്ടുമൃഗം. അവിടെ കേട്ട് ദുഷ്ടമൃഗം. ഇടുക്കി ചെന്ന 5 പേരില്ലയോ അമ്മ? വാക്യം മാറ്റല്. പഞ്ചപാണ്ഡവന്മാർ 5 പേർ. 1 അരിക്കൊമ്പൻ, 2 ചക്കാക്കൊമ്പൻ, 3 മാങ്ങാക്കൊമ്പൻ, 4 പടയപ്പ്, 5 അവൻ്റെ മൂത്ത ഏട്ടൻ PT പാലക്കാട്. സന്തോഷമില്ലല്ലോ സ്വോത്രം? നെയ്യാറി എന്നൊരു കരടിക്കുട്ട ഇന്നാൾ ഇറങ്ങി. പുന്നലാലിലെ സോമൻ ചേട്ടൻ്റെ കിണറ്റി. സന്തോഷമില്ലല്ലോ? മണിദാസിന് പിടി കിട്ടിയത് പാസ്റ്റർ എവിടെ മനസ്സിലാക്കുന്നത്? കഴിഞ്ഞ ദിവസം അമ്പൂരി പുലി ഇറങ്ങി. അമ്പൂരിന്ന് പ്രസാദ് ഒരു വീഡിയോ ഇട്ടേക്കുന്നു. ഞാൻ പറഞ്ഞ് പിടിക്കുന്ന കൂട്ടി കയറ്റിട്ട് എന്നെ കൂടെ വിളി, ഞാനും വരാമെന്ന്. സ്വോത്രം. അമ്പൂരി പുലി ഇറങ്ങിയെന്ന് എല്ലാം ഇറങ്ങും. എരുമേലി കാട്ടുമൃഗം ഇറങ്ങി. അച്ചായൻ രാവിലെ പേപ്പർ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കാട്ടുപോത്ത്. ഇടമളയ്ക്കൽ ഒരു അച്ചായൻ രാവിലെ റബ്ബറും പാൽ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കാട്ടുപോത്ത്. കഴിഞ്ഞ ദിവസം വിതുര ഞാൻ പ്രസംഗിച്ചു. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കല്യാണക്കോയർ പോകുന്നതല്ല 16 എണ്ണം. ഞാൻ വിചാരിച്ചു ആരെങ്കിലും കല്യാണക്കോയറാന്ന് നോക്കിയപ്പോൾ 16 കാട്ടുപന്നി റോഡേ കൂടെ. പ്രൈസ് ദി ലോർഡ്. വിതുര, ചട്ടച്ചൽ. സന്തോഷമില്ലല്ലോ സ്വോത്രം? ഇവരെല്ലാം അന്ത്യകാലത്തിറങ്ങും. അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മാങ്ങാക്കൊമ്പൻ, ബേലൂർ മക്കിനും ഇതെല്ലാം ഇറങ്ങും. ഇവരെ ഒന്നും കുറ്റം പറയരുത്. ഇതൊരു അന്ത്യകാലം. ഇതിന്റെ നടുവിൽ ഒരു കൂട്ടം എടുക്കപ്പെടും. അതിനായി കൺവെൻഷൻ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇതിനെ പ്രഖ്യാപിക്കുന്നത്. വായിക്കാം. അടുത്തത് വായിച്ചാൽ മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ അതിന്റെ നടുവിൽ വായിക്കാം. എന്നാൽ പുറപ്പെട്ട് പോരാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിതഗണം കരമുയർത്തുന്നവർക്ക് ഇതിന്റെ നടുവിൽ പുറപ്പെട്ടു പോരാനുള്ള രക്ഷിതഗണം അതിൽ ശേഷിച്ചിരിക്കുക. ഇന്ന് പകൽ ഒരിക്കൽ കൂടി ഇനി വരുവാനുള്ളവൻ വരും. കാലമേറെയില്ല. അവസാനിപ്പിക്കാൻ പോകുന്നു. ബാക്കി രാത്രിയിൽ കുഞ്ഞു പാടുകയും 2 കാര്യം പറയുമ്പോൾ
തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ 2 ടിക്കറ്റ് കിട്ടും. ഇവിടുന്ന് 2 പേര് പോയി തൊഴിക്കലിൽ നിന്ന് ജോസും ജോമോനും തൃശ്ശൂർ പോകണം. 9 മണിക്ക് ചെന്ന് 9:30 കന്യാകുമാരിയിൽ നിന്ന് മുംബൈക്ക് വരുന്ന ജയന്തി ജനത വരും. അവരവിടെ ചെന്നപ്പോൾ ജോസി എന്ന് 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ്, ജോമോൻ ഒരു തത്കാലം എഴുതി. അതിനകത്ത് ഇങ്ങനെ എഴുതി കൊടുത്തു, എനിക്ക് തൃശ്ശൂർ വരെ പോകണം, 190 രൂപ, യെസ് ഫോർ സീറ്റ് നമ്പർ 22. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അനൗൺസ്മെൻറ്റ്, യാത്രയും को श्रद्धा ध्यान के लिए कन्याकुमारी कोच्चि कोकर तक मुंबई तक जाने वाला जयंती जनता थोड़ी सी देर बाद 1 नंबर प्लाറ്റ്ഫോം में आएगा. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കന്യാകുമാരിയിൽ നിന്ന് കൊച്ചി വഴി മുംബൈ വരെ പോകുന്ന ജയന്തി ജനത ദാ വരുന്നു 9:30. 2 പേരുടെ ട്രെയിൻ വന്നു. 4-ാം നമ്പറിലേക്ക് പോയി. ആദ്യം ചെന്നത് ജോസ. കട്ടകാരത്തിന് ആ GTR തുണ്ടുമായിട്ട് നിൽക്കുന്നു. എങ്ക പോകത്, ട്രെയിനിൽ പോകത്, ടിക്കറ്റ് പ്ലാറ്റ്ഫോം. അണ്ണാച്ചി കടയിൽ പോയി ടീ സാപ്പിട്ട് ഇങ്ങ ഒക്കാറ് മനസ്സിലാകുന്നവർക്കായി. ഉടനെ ജോമോൻ 190 തത്കാൽ, യെസ് ഫോർ സീറ്റ് നമ്പർ 22. അവൻ്റെ അടുത്ത് പറഞ്ഞു, സഹോദര താങ്കളുടെ സീറ്റ് താണ്ട് 22. എത്ര പ്രസംഗം തൊഴിക്കൽ ഗ്രൗണ്ടിൽ കേട്ടിട്ടും ഇന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ ട്രെയിൻ വരാറായി, നീ വഴിയരികെ നിന്ന് പോകും. എന്നാൽ രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവന് ഇന്ന് പകൽ ഉറപ്പുണ്ട്, എൻ്റെ ട്രെയിൻ വരാറായി, അതിനകത്തൊരു സീറ്റുമായി എൻ്റെ കാന്തൻ എന്നെ എതിരേൽക്കുവാൻ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നു. തീർന്നില്ല, ഇന്ന് പകൽ അവസാനിപ്പിക്കാൻ പോവാ. 2 കാര്യം കൂടെ കാൽവരിയുടെ പറയുമ്പോൾ പാട്ടും പാടും. ഭാഷ പറഞ്ഞ സമയം ഇന്ത്യയുടെ സയൻസിൻ്റെ സോമനാഥ് സാറ് ആദ്യം ISRO ചെയർമാനായിരുന്നു. പറഞ്ഞോൾ എന്താ പറഞ്ഞത്? ഇനി ഭൂമിക്ക് അധികം കാലമില്ല, മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക്. അത് കഴിഞ്ഞ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അമേരിക്കയിലെ കാലിഫോർണിയ ഫ്രാങ്കിൽ, അദ്ദേഹമാണ് ഏറ്റവും വലിയ ഇന്നത്തെ സൂര്യൻ്റെ ശാസ്ത്രജ്ഞൻ, സോളാർ സയൻറ്റിസ്റ്റ്, ഡിസ്കവേർഡ് ദ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഫ്രം ഫ്രാങ്കിൽ. ദാറ്റ് മീൻസ് ദ സീനിയർ സയൻറ്റിസ്റ്റ് അറ്റ് കെയർ ഓഫ് സൺ, അഥവാ സൂര്യനെ പറ്റി പഠിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 2040 ഈ സൂര്യൻ പ്രകാശം തരാതെ ഇരിക്കും. അത് കണ്ടിട്ട് മലയാളി അമ്മമ്മ കണ്ടാട്ടെ, മനുഷ്യൻ ചൊവ്വയിലേക്ക് കടക്കാൻ പോകുന്നു. പാലക്കാടുകാരി ശ്രദ്ധ ലേഖ ഉപദ്യാവ്, മനുഷ്യ നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി പാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കും. ഉപദ്യാവ് 4. ഇന്ന് രാത്രി അതിൻ്റെ ബാക്കി ഭാഗം. ഇന്ന് പകൽ ഫ്രാങ്കിൽ പറയുന്നു സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. സോമനാഥ് സാദ് പറയുന്നു ഭൂമിക്കധികം ആയുസില്ല. എന്നാൽ ഞങ്ങളുടെ കർത്താവ് പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് ചേർത്തുകൊള്ളും. ഒറ്റ കാര്യം പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയ താഴ്മയോടെ പറഞ്ഞു. 1, സൂര്യൻ ഉറങ്ങും, നീതി സൂര്യൻ. വെള്ളം കൈപ്പാകും, അതിനു മുമ്പ് ജീവജല നദി. 3, ആകാശത്തിൽ നിന്ന് പാറ. 4, ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ദൈവസഭ. അത് കഴിഞ്ഞ് രക്തവെള്ളം, അത് കുടിക്കുന്നതിന് മുമ്പ് ജീവജല നദിയിൽ ഉറവയെ പാനം ചെയ്തവരെ ചേർക്കാൻ രക്തത്താൽ കഴുകൽ. മുല്ലപ്പെരിയാർ പൊട്ടുന്നൊരു കാലം, അത് പൊട്ടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുമ്പ് കാന്തൻ വരും. ഇവിടുത്തെ നേതാക്കന്മാർ ഓടും, മലകളിലും പാറകളിലും ഓടി മരണം കാണാൻ പോകുമ്പോൾ നമ്മുടെ പ്രത്യാശ കരമുയർത്തുന്നവർക്കായി ഒരു രാജാവ് നീതിയോടെ വാഴും. അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. അത്ഭുതമന്ത്രി വീരനാം ദൈവ സമാധാനത്തിന്റെ പ്രഭു യേശു വരാറായി. നിർത്താം. ഇത്രയും കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ബാക്കി രാത്രി 7:15 ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. ഇത് കേട്ടിട്ട് സഹോദരിമാർ എഴുന്നേൽക്കാവൂ. പാട്ട് പാടാൻ പോവുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സമയമൊന്നും ആയില്ല, പക്ഷെ പറഞ്ഞ സമയം എത്തുന്നതേ ഉള്ളൂ. എന്താ? യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി കാൽവറി. യേശു ഇങ്ങനെ പോകുമ്പോൾ പച്ച പൈൻമരത്തിന്റെ ക്രൂശ്, ഈ പ്രസംഗം എല്ലാവരും കേൾക്കണം. ലംബം തിരച്ചീനം വെച്ച് പോകുക. ആ സമയത്ത് യഹൂദനെ പിടികിട്ടി കൃത്യസമയത്ത് ക്രൂശീകരണം നടക്കണം. ക്രൂശ് ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ക്രൂശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ കുറേലക്കാരനായ ശീമോൻ ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞ് പണി കഴിഞ്ഞ് നമ്മുടെ നെയ്യാറ്റിങ്കര ഭാഷ ഒരു ചുട്ടി തൂർത്തുമായിട്ട് വരുവാ. ആരോ പറഞ്ഞ് ക്രൂശ് എടുക്കാൻ. അയ്യോ, അവൻ പറഞ്ഞ് എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്, ഇത് ചുമന്നാൽ ഞാൻ ശപിക്കപ്പെട്ടവനാവും. അവന്റെ ഇഷ്ടമല്ല അച്ചായ അമ്മമ്മയെ. അടിയെ പേടിച്ചുകൊണ്ട് അവൻ ക്രൂശ് ചുമന്നത് നിർബന്ധപ്രകാരം. ബാക്കി കേൾക്കണം. പെരിട്ടോണിയസിന്റെ ചാട്ടമാർ തന്റെ ശരീരം തുളയ്ക്കുമെന്നറിഞ്ഞ് ആ ക്രൂശിന്റെ അറ്റം ഒന്ന് പിടിച്ചു. ഇന്ന് രാത്രി പകൽ വചനത്തിന്റെ അറ്റം നീ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. പ്രസംഗം കേൾക്കണം. ഇന്ന് പകൽ ആ ദൂത് ഏറ്റെടുത്തുകൊണ്ട് ഇതിൽ നിന്ന് എഴുന്നേൽക്കാവൂ. പറഞ്ഞുതരാം മക്കള്, എന്താ സംഭവിച്ചത്? യേശു അറിഞ്ഞില്ല
നല്ല പച്ച പൈൻമരത്തിന്റെ ക്രൂശ്, കുറേനക്കാരൻ പൊക്കം കുറഞ്ഞവൻ. ആ സമയത്ത് പൈൻമരത്തിൽ കൂടി യേശുവിന്റെ രക്തം ഒഴുകി കുറേനക്കാരന്റെ ശരീരത്ത് വീണപ്പോൾ അജി ബ്രദർ ലൈവ് എടുക്കുന്ന പോലെ സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി. എന്റെ പ്രിയ മകന്റെ ക്രൂശ് എടുക്കുന്നത് ആരാ? ഓ, അപ്പൊ കാണിച്ചൊരു വീട്. എവിടെ? നെയ്യാറ്റിൻകര പെരുമ്പഴുതൂരിൽ ഒരു കൊച്ചോലപ്പര. 2 കുഞ്ഞുങ്ങൾ മണ്ണ് വാരി കളിക്കുന്നു. ഒരമ്മച്ചി അവിടെ ഇരുന്ന് പാത്രം മടക്കുന്നു. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുഞ്ഞുങ്ങളുടെ ഭാവി മാറ്റി എഴുതേക്കാൻ കരം ഉയർത്തുന്നവർക്ക് സ്വത്രം. ഇതാ വചനത്തിന്റെ അനുഗ്രഹം. ചെറുപ്പക്കാരത് കേൾക്കണം, പ്രസംഗിക്കണം. എന്താ? അടിയെ പേടിച്ച് ക്രൂശ് ചുമന്ന് ഇവന്റെ ശരീരത്തിൽ രക്തമൊഴുകി. വൈകിട്ടായപ്പോ വീട്ടിൽ വന്നു. അമ്മ, അവിടുത്തെ സഹോദരി കുറേനക്കാരന്റെ ശ്രീമോന്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞെന്നറിയാം? കുറേനക്കാരന്റെ ശ്രീമോന്റെ ഭാര്യ പറഞ്ഞു, മനുഷ്യ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു വല്ലാത്ത മണം. ലൈബോയി എടുത്ത് കുളിക്കായി. അദ്ദേഹം 1ാമത് കുളിക്കാൻ പോയി. കുളിച്ചിട്ട് മണം മാറിയില്ല. മനുഷ്യ, ഈ ലൈബോയി കുളിച്ചിട്ട് മണം മാറുന്നില്ലല്ലോ, എന്താ ഒരു വല്ലാത്ത മണം? വീണ്ടും 2ാമത് മറപ്പുരയിൽ പോയി കുളിച്ചു, മണം മാറുന്നില്ല. 3ാമത് കുളിച്ചു, 4ാമത് കുളിച്ചു, മാറുന്നില്ല. സഹോദരി ചോദിച്ചു. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറേനക്കാരൻ്റെ ശീമോൻ, എന്ന് ഞാൻ ചേർന്നകത്ത പണിയെടുക്കുന്നത്. ഇന്ന് അടിയെ പേടിച്ച് ഒരുത്തൻ്റെ ക്രൂശ് ഞാൻ ചുമന്നു. എൻ്റെ ശരീരത്തിൽ അവൻ്റെ രക്തമിറങ്ങി. ഇതിൻ്റെ മണം മാറുന്നതല്ല. കരം ഉയർത്തുന്നവർക്കായി ആബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു. പുണ്യാക രക്തം. സ്വർഗം മമേ, സ്വർഗം വിധി എഴുതി. യേശുവിന് ശിക്ഷാവിധി കൊടുത്ത പീലാത്തോസിന്റെ കോടതിക്കകത്ത് അലക്സാണ്ടർ അതിന്റെ ഗവർണർ ആകണം. സന്തോഷമില്ലല്ലോ? ഇതാ വചനം. വചനം കേട്ടോണേ. 2, ക്രൂശ് ചുമന്നവന്റെ മകൻ എവിടെ? അലക്സാണ്ടർ അവിടെ ചക്രവർത്തിയാണോ? ക്രൂശ് ചുമന്നവന്റെ മകൻ ക്രൂശിന്റെ വചനം പറയണം. രൂപോസ്. കരമുയർത്തുന്നവർക്കായി ഇതാ ദൈവത്തിന്റെ അനുഗ്രഹം. അമ്മാമേ, ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പെരുമ്പഴുതൂര് ഒരോലപ്പരെ കിടക്കുന്ന ഒരുവന്റെ മകൻ റോമിന്റെ ഗവർണറാകുമോ? ഒരുവന്റെ മകൻ ഇന്നത്തെ കാലത്ത് ഒരു ചക്രവർത്തിയാകുമോ? അല്ല. ഒരുവന്റെ മകൻ ലോകപ്രസിദ്ധനാകുമോ? അതിനുവേണ്ടി ഒഴുക്കിയതാ വിലയേറിയ രക്തം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. ഓ, റോമിലൊരു കൺവെൻഷൻ. അന്ന് ഈ കറുത്ത അമ്മച്ചി വന്നിരുന്നു. അപ്പൊ രൂപോസ് പറഞ്ഞെന്താ? എനിക്കും കർത്താവിൽ പ്രസിദ്ധനായ രൂപോസിന്റെ അമ്മയ്ക്കും വന്ദനം. ഇതാ വചനം. കേട്ടോളൂ. ഇന്ന് പകൽ സത്യദൈവസഭയിൽ ആരാധനയ്ക്ക് വന്ന ദൈവമക്കളെ, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. അടിയെ പേടിച്ച് ഒരുവന്റെ ക്രൂശ് ചുമന്നപ്പോൾ ആ രക്തം ആ പിതാവിന്റെ ശരീരത്തിൽ ഒഴുകിയപ്പോൾ തലമുറയെ ഗവർണറാക്കിയെങ്കിൽ, തലമുറയെ ലോകപ്രസിദ്ധനാക്കിയെങ്കിൽ എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഇന്ന് പകൽ ആര് കരമുയർത്തു? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുക കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. സത്യദൈവ സഭയിൽ 4ാം തലമുറയെത്തിയ അപ്പച്ചന്മാര്, അമ്മച്ചിമാര്, അന്ന് ക്രൂശെങ്കിൽ ഈ ജീവന്റെ വചനമുയർത്തിയ നിന്റെ തലമുറകളെ കളക്ടറാക്കാൻ സ്വർഗത്തിന് കഴിയും. നിന്റെ തലമുറകളെ ഗവർണറാക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നിന്റെ തലമുറകളെ ലോകത്തിൽ പ്രസിദ്ധനാക്കി സുവിശേഷം പ്രസംഗിപ്പാൻ ആരിന്ന് പകൽ കരമുയർത്ത്. ഇന്ന് പകൽ കുറേനക്കാരനായ ശീമോന്റെ ശരീരത്തിലേക്ക് ഒഴുകിയ ബ്ലഡ് ഓഫ് ജീസസ് ഇന്ന് പകൽ എൻ്റെ മേൽ പതിക്കുന്ന ബാക്കി രാത്രിയിൽ. അതുകൊണ്ട് ഇന്ന് പകൽ പറയണം, ഞങ്ങളുടെ ഈ മക്കളെ ആ രക്തത്താൽ കഴുകണം. കരം ഉയരുന്നില്ലല്ലോ. ഞങ്ങളുടെ തലമുറകളെ ആ രക്തത്താൽ കഴുകണം. കുറേനക്കാരനായ മക്കളെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ കരം കഴുകണം. ഇന്ന് പകൽ ആ കാലത്തിലെ ഘട്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും. ഫ്രാങ്കിൽ ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ വീഴും. പുസ്തക ചുരുട്ടിൽ ചുരുണ്ട് ആകാശം മാറിപ്പോകും. എന്നാൽ ഇന്ന് പകൽ ദൈവജനം പറയണം, അപ്പോൾ മനുഷ്യപുത്രൻ മഹാ തേജസ്സോട് ശക്തിയോട് ആകാശമേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് യേശു പോയതുപോലെ മടങ്ങി